الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين أما بعد الإمام أبو بكر بن أبي داود رحمه الله അദ്ദേഹത്തിൻ്റെ ഹായിയ എന്ന അഹ്ലുസുന്നത്തിൻ്റെ അഖീദ വിവരിക്കുന്ന മന്ദൂമയുടെ അവസാന ഭാഗത്താണ് നമ്മളുള്ളത്. അദ്ദേഹം പറയുന്നു, ولا تعتقد رأي الخوارج إنه مقال لمن يهواه يردي ويفضح ولا تك مرجيا لعوبا بدينه ألا إنما المرجي بالدين يمزح وقل إنما الإيمان قول ونية وفعل على قول النبي صلى الله عليه وسلم صرح وينقص طورا بالمعاصي وتارة بطاعته ينمو وفي الوزن يرجح. أهل السنة യഥാർത്ഥ വഴിയിൽ നിന്ന് വഴിപഴച്ചു പോയ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളാണ് ഖവാരിജുകളും മുർജിഅത്തും. ഇതിൽ ഖവാരിജുകളെ കുറിച്ചാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ വിശദീകരിച്ചത്. മുർജിഅത്തിനെ കുറിച്ചുള്ള വരി ശ്രദ്ധിക്കുക. വലാ തകു മുർജിയൻ, നീ ഒരു മുർജി ആകരുത്, ഇർജാഇൻ്റെ വക്താവാകരുത്. ലഊബൻ ബിദീനിഹി, അവൻ ദീൻ കൊണ്ട് കളിക്കുന്നവനാണ്, ദീൻ കൊണ്ട് കളിക്കുന്ന മുർജികളുടെ കൂട്ടത്തിൽ നീ ആകരുത്. അലാ ഇന്നമൽ മുർജിയു ബിദ്ദീൻ യംസഹു, ഒരു മുർജിനെ സംബന്ധിച്ചിടത്തോളം ദീൻ അവന് തമാശയാണ്, ദീൻ കൊണ്ട് കളിക്കുകയാണ് ചെയ്യുക. വഖുൽ, നീ പറയുക, ഇന്നമൽ ഈമാനു ഖൗലുൻ വനിയ്യത്തുൻ വഫിഅലുൻ, ഈമാൻ എന്നാൽ അത് ഖൗലാണ്, വാക്കാണ്, നിയ്യത്താണ്, ഫിഅലാണ്, പ്രവർത്തനമാണ്. അലാ ഖൗലിൻ നബി മുസറഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ വാക്കിൽ വന്നതുപോലെ. വയൻഖുസു തൗറൻ ബിൽ മആസി, അത് തിന്മകൾ കൊണ്ട് കുറഞ്ഞു പോകും. വതാറതൻ ബിത്താഅതിഹി യൻമു, മറ്റു ചിലപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കുന്ന സൽപ്രവർത്തനങ്ങൾ കൊണ്ട് കൂടും. ഫിൽ വസ്നി യർജഹു, തുലാസിൽ അതിന് തൂക്കമേറും. എന്താണ് ഈ പറഞ്ഞത്? ഖവാരിജുകളുടെ നേരെ എതിർഭാഗത്ത് നിൽക്കുന്ന പിഴച്ച വിഭാഗമാണ് മുർജിഅ. ഖവാരിജുകൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള, അവൻ്റെ കോപത്തെക്കുറിച്ചുള്ള ആയത്തുകളും ഹദീത്തുകളും മാത്രമാണ് അവരുടെ വിഷയമെങ്കിൽ മുർജിഅത്ത് നേരെ തിരിച്ചാണ്. അവരുടെ വിഷയവും അവർക്ക് ഏറ്റവും എപ്പോഴും പറയാനുള്ളതും ഏതു മാത്രമായിരിക്കും? ഏതായിരിക്കും? അള്ളാഹുവിൻ്റെ റഹ്മത്തിനെക്കുറിച്ച്, അവൻ്റെ പാപമോചനത്തെക്കുറിച്ച്, അവൻ മാപ്പ് നൽകുന്നതിനെക്കുറിച്ച് ഒക്കെയുള്ള ആയത്തുകളും ഹദീത്തുകളും മാത്രം. മുർജിഅത്ത് അങ്ങനെയാണ്. ഒരു കൂട്ടർ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ആയത്തുകൾ ഹദീസുകൾ അഥവാ വഈദുകൾ, താക്കീദുകൾ, അത് മാത്രമാണ് നോക്കുക. മുർജിഅത്ത് ഇപ്പുറത്ത് വഅദുകൾ, അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ, അവൻ്റെ റഹ്മത്തിനെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്ന ആയത്തുകൾ ഹദീസുകൾ. അതുകൊണ്ട് തന്നെ ഖവാരിജുകളെ എന്തു പറയും? വഈദിയ എന്ന് പറയും. വഈദിയ, താക്കീദുകളുടെ മാത്രം ആളുകൾ. മുർജിഅത്തിന് എന്തു പറയും? വഅദിയ, വഅദിൻ്റെ, അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളുടെ, അവൻ്റെ റഹ്മത്തിനെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്ന ആയത്തുകളുടെ ഹദീസുകളുടെ മാത്രം ആളുകൾ. ഇവരെന്ത് ചെയ്യും? രണ്ട് കൂട്ടർ നോക്കൂ. ഒരു കൂട്ടർ ഖുർആനിൻ്റെ സുന്നത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് മറ്റൊരു ഭാഗത്തെ തള്ളിക്കളയും. ഇവരും അങ്ങനെ തന്നെ. എന്നാൽ അഹ്ലുസുന്ന അവരുടെ വലിയ പ്രത്യേകതകളിലൊന്നാണ്, അവർ ദീൻ മുഴുവനായി സ്വീകരിക്കുന്നവരാണ്, കിതാബിൽ മുഴുവനായി വിശ്വസിക്കുന്നവരാണ്. തങ്ങൾക്കിഷ്ടമുള്ളത് മാത്രം എടുത്ത് അതല്ലാത്തത് തള്ളിക്കളയുക, അങ്ങനെയല്ല. ഇത് ഈ രണ്ട് പിഴച്ച കക്ഷികളുടെയും സ്ഥിതിയാണ്. രണ്ടു കൂട്ടരും യോജിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്നത് അത്ഭുതകരമാണ്. കാരണം നിങ്ങൾ നോക്കൂ, ഖവാരിജുകൾ പറഞ്ഞു, ഈമാൻ എന്നാൽ അത് വൻ പാപങ്ങൾ ചെയ്താൽ ഒന്നാകെ ഇല്ലാതായി പോകും.
മുർജിഅത്തോ അവർ പറയുന്നു എത്ര വലിയ തിന്മകൾ ചെയ്താലും അള്ളാഹു നിർബന്ധമാക്കിയത് ഉപേക്ഷിച്ചാലും ഈമാൻ അതുപോലെ അവിടെ ബാക്കിയുണ്ടാകും. അതുപോലെ അവിടെ ബാക്കിയുണ്ടാകും. അഹ്ലുസുന്ന ഇത് രണ്ടിനും മധ്യയാണ്. ഈമാൻ ഷിർക്കല്ലാത്ത കുഫറല്ലാത്ത മറ്റുള്ള തിന്മകൾ കൊണ്ട് പൂർണ്ണമായി ഇല്ലാതായി പോവുകയില്ല, പൂർണ്ണമായി ഇല്ലാതായി പോവുകയില്ല. പക്ഷെ മുർജിഅത്ത് പറയുന്നത് പോലെ എന്ത് തോന്നിവാസം ചെയ്താലും ഈമാൻ ഏറ്റവും ശക്തമായി കുറയാതെ ഇരിക്കുകയുമില്ല. നോക്കൂ, തിന്മകൾ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുഫർ അയാൾ ചെയ്തിട്ടില്ല, ഷിർക്കിലകപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ്റെ മുത്ലഖുൽ ഈമാൻ അവിടെ ബാക്കിയുണ്ടാകും. എന്നാൽ അൽ ഈമാനുൽ മുത്ലഖ്, രണ്ടും അലിഫ്ലാമ ചേർത്തിട്ട് അൽ ഈമാനുൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഈമാൻ അതുണ്ടാവുകയുമില്ല. അൽ ഈമാനുൽ മുത്ലഖ് ഉണ്ടാവുകയില്ല. പിന്നെ എന്തുണ്ടാ? മുത്ലഖുൽ ഈമാൻ ഒരേ വാക്കാണ്, എന്തേ വ്യത്യാസമുള്ളൂ? അലിഫ്ലാം രണ്ടിടത്തും പറയുന്നു, ഒരിടത്ത് പറയുന്നു. ഇതാണ് വ്യത്യാസം. മുത്ലഖുൽ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മുസ്ലിമിന് ഷഹാദത്ത് അംഗീകരിക്കുന്ന, കുഫർ ചെയ്യാത്ത, ഷിർക്ക് ചെയ്യാത്ത ഒരു മുസ്ലിമിനുള്ള, എന്നാൽ തിന്മകൾ ചെയ്തെങ്കിലും അവനിൽ ഉണ്ടാകുന്ന ഒരു ഈമാനുണ്ട്. ഇസ്ലാം നാം പുറത്തു പോയിട്ടില്ല എന്നതുകൊണ്ട്. അതേസമയം ആ ഈമാനോടൊപ്പം അള്ളാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കുന്ന, അള്ളാഹു വിലക്കിയത് ഉപേക്ഷിക്കുന്ന ആളുടേത് അൽ ഈമാനുൽ മുത്ലഖാണ്. അവിടെ ഇവൻ എത്തുകയുമില്ല. ഇതാണ് അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം. അൽ ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സഹീഹിൽ കിതാബുൽ ഈമാൻ എന്ന തുടക്കത്തിൽ തന്നെയുള്ള സഹീൽ ബുഖാരിയുടെ അധ്യായമാണത്. സഹീൽ ബുഖാരിയിലെ ബാബു ബദ്ഇൽ വഹി എന്ന് തുടങ്ങുന്ന അധ്യായം കഴിഞ്ഞ് തൊട്ടുടനെ ഇമാം ബുഖാരി തൻ്റെ സഹീഹിൽ കൊണ്ടുവന്ന കിതാബ് അധ്യായം ഏതാണ്? കിതാബുൽ ഈമാൻ. ഈമാനുമായി ബന്ധപ്പെട്ട ധാരാളക്കണക്കിന് ഹദീസുകൾ അതിൽ ഉദ്ധരിച്ചത് കാണാം. സഹീൽ ബുഖാരിയുടെ അവസാനത്തെ അധ്യായം കിതാബു തൗഹീദാണ്. കിതാബു തൗഹീദ്. ഏത് തൗഹീദാണ് അതിലുള്ളത്? അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തിലെ തൗഹീദാണ്. അള്ളാഹുവിൻ്റെ പേരുകളും വിശേഷണങ്ങളും അറിയിക്കുന്ന ധാരാളക്കണക്കിന് ഹദീസുകൾ അതിൽ ഇമാം ബുഖാരി കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പേരുകൾ, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ പലതിനെയും നിഷേധിക്കുന്ന കക്ഷികൾ, ജഹ്മികളും അവരുടെ ബാധയേറ്റ ശാരികളുമൊക്കെ സഹീൽ ബുഖാരിയിലെ ഈ അവസാനത്തെ അധ്യായം അവർക്ക് വലിയ പ്രയാസമുണ്ടാക്കും. അവരിൽ ചിലർ സഹീൽ ബുഖാരി പഠിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ ഉസ്താദുമാരോട് ചിലരോട് ഷർത്ത് പറയാറുണ്ട്, അവസാനത്തെ കിതാബ് തൗഹീദ് പഠിക്കണ്ട. അതുപോലെ അവരിൽ പലരും അത് വായിക്കുന്നത് എന്തിനു വേണ്ടി മാത്രമാണ്? ഒരു ഈമാനികമായ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ വായിക്കുന്ന ബറക്കത്ത് മാത്രം. അവരിൽ ചിലർ ചോദിച്ചിട്ട് കൂടിയുണ്ട്, സഹീൽ ബുഖാരിയിൽ ഇൽമുണ്ടോ എന്ന്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ ഖൗമിനെ സംബന്ധിച്ചിടത്തോളം ഇൽമെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്നും മറ്റും സ്വീകരിച്ചിട്ടുള്ള, അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്ന, അള്ളാഹുവിന് ഇന്ന വിശേഷണങ്ങളെ പാടുള്ളൂ എന്ന് അവർ നേരത്തെ തീരുമാനിച്ചു വെച്ച കാര്യങ്ങളുണ്ട്. അതിനെതിരായത് ഖുർആനിലും സുന്നത്തിലും കണ്ടാൽ അള്ളാഹുവിൻ്റെ വജ്ഹ്, അവൻ്റെ തിരുമുഖം, അവൻ്റെ യദ്, അവൻ്റെ കരങ്ങൾ പോലെയുള്ളത് കണ്ടാൽ സ്വീകരിക്കില്ല. നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എന്താ? അതുണ്ടാകാൻ പാടില്ല എന്നുള്ളത് അവരുടെ ബുദ്ധിപരമായ ആഖിലിൽ നേരത്തെ തീരുമാനിച്ചിട്ടുള്ള, മാറാൻ പാടില്ലാത്ത ഉസൂലുകളാണ്. അതിനെതിരായത് ഖുർആനിലും സുന്നത്തിലും വന്നാൽ ഒന്നുകിൽ തള്ളിക്കളയും, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നിറഞ്ഞിട്ടുള്ള കിതാബുകളെക്കുറിച്ച് അവരിൽ ചിലർ ചോദിച്ചിട്ടുണ്ട്, അതിൽ ഇൽമുണ്ടോ എന്ന്. കാരണം അവർക്ക് ഇൽമ് എന്ന് പറഞ്ഞാൽ അതിനിതൊന്നും പോരാ, മറിച്ച് അവർ നേരത്തെ തീരുമാനിച്ചു വെച്ചത് മാത്രമാണ് ഇൽമായി അവർ അംഗീകരിക്കുക. പിന്നെ എന്തിനു പഠിക്കുന്നതൊക്കെ? ബറക്കത്തിന് വേണ്ടി. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ എല്ലാ ഷിർക്കിനും ഖുറാഫാത്തിനും ഒക്കെ തെളിവുണ്ടാക്കി കൊടുക്കുന്ന ആളുകളുടെ ബിരുദം നൽകുന്ന ഒരു മർക്കസിൽ സഹീൽ ബുഖാരിയുടെ ഖത്മ് തീർക്കുകയാണ് ഈ കണ്ട ഷിർക്കിനും കുഫറിനും ഒക്കെ നേതൃത്വം കൊടുത്ത മുസ്ലിയാർ. സഹീഹുൽ ബുഖാരിയുടെ ഖത്മ് തീർക്കുകയാണ്.
എവിടെ സഹീൽ ബുഖാരിയിൽ പഠിപ്പിക്കപ്പെട്ട വിജ്ഞാനം എവിടെ? തൗഹീദിൻ്റെ ഈമാനിൻ്റെ അടിത്തറകൾ പഠിപ്പിക്കുന്ന ഹദീസുകൾ, ഈ ആളുകളുടെ ആശയങ്ങളുടെ അടിത്തറ ഇളക്കുന്ന ഹദീസുകൾ, അത് ഇങ്ങനെ ബറക്കത്തിന് വായിച്ചു പോവുക എന്ന് മാത്രം. പിന്നെ പുറമേയുള്ള ആളുകൾക്ക് കണ്ടോ, സഹീൽ ബുഖാരി നമ്മൾ ഉസ്താദ് ഗ്രാൻഡ് മുഫ്തി അത് ഖത്മ് തീർക്കുന്നു, അറബികളെ കാണിച്ചു കൊടുക്കണം, അതിനൊക്കെ വേണ്ടി മാത്രം. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഒരു സഹോദരൻ, അയാളൊരു തൗഹീദുള്ള കുറച്ച് ആളുകളുടെ അരികിൽ റിയാദ് സാലിഹീൻ എന്ന ഇമാം നവവിയുടെ പ്രസിദ്ധമായ ഗ്രന്ഥം പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ മൊത്തത്തിൽ തൗഹീദുള്ള ആളുകളാണ്. അതുകൊണ്ട് പിന്നെ അതിൻ്റെ അർത്ഥം ഒക്കെ പലതും അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. പഠിച്ചതിന് ശേഷം ആൾ ചെറിയ പ്രായമായിരുന്നു. ഇപ്പം വീട്ടിലെ ചില ബുദ്ധിമുട്ടുകൾ കാരണത്താൽ ആൾ അവിടെ നിന്ന് മറ്റു ചില കാരണങ്ങളാൽ മാറ്റി ഈ വിഭാഗത്തിൽപ്പെട്ട സമസ്തക്കാരുടെ ആളുകൾ മുസ്ലിയാക്കന്മാർ നടത്തുന്ന വേറൊരു ദർസിൽ, ഒരു പള്ളി ദർസിൽ കൊണ്ടുപോയി ആക്കി. അപ്പം അവിടെയും റിയാദു സാലിഹീൻ വായിക്കുന്നുണ്ട്. അവിടെയും വായിക്കുന്നുണ്ട്. നേരത്തെ റിയാദ് സാലിഹീൻ ഓതി വന്ന ആളാണ് എന്ന നിലക്ക് വളരെ പ്രായം ചെന്ന ഒരു മുസ്ലിയാർ നമ്മുടെ ഈ സഹോദരനെ വായിക്കാൻ ഏൽപ്പിച്ചു. നീ വായിക്കുന്നു പറഞ്ഞു. കാരണം നേരത്തെ ഇത് ഓതി വന്ന ആളാണെന്നുള്ള നിലക്കാണ്. അപ്പോൾ ആൾ റിയാദ് സാലിഹീനിലെ ഹദീസ് വായിച്ചു തുടങ്ങി. നേരത്തെ പഠിച്ച പതിവ് പോലെ ഒരു ഹദീസ് വായിച്ചിട്ട് ആളതിൻ്റെ അർത്ഥം അങ്ങ് പറയാൻ തുടങ്ങി. ഉടനെ മുസ്ലിയാർ പറഞ്ഞു, അർത്ഥമൊന്നും നീ പറയണ്ട, നീ എന്ത് ചെയ്താൽ മതി, വായിക്കും. ഇങ്ങനെ വായിക്കും, തലയാട്ടി കേൾക്കും, ഭക്ഷണം കഴിക്കേണ്ട നേരെ പോയി കഴിക്കും, വന്ന് കിടന്നുറങ്ങും. ഇങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. വർഷങ്ങൾ കടന്ന് ഇന്നത്തെ പള്ളി ദർസിൽ ഇന്ന് ഉസ്താദിൻ്റെ കീഴിൽ ഇത്ര കൊല്ലം ഓതി പഠിച്ച ആളായി പുറത്തിറങ്ങുകയാണ്. എൻ്റെ കയ്യിലുള്ളത്, എന്തേ പഠിച്ചു വെച്ചിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ കിതാബ് എന്താണ് പഠിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്താണ് പഠിച്ചത്? സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന് നമ്മൾ ശുക്ർ കാണിക്കേണ്ട നിഅമത്താണ്. അള്ളാഹു കിതാബും സുന്നത്തും എത്ര കുറച്ചാണെങ്കിലും അവൻ നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് പറഞ്ഞു, അല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമ. അള്ളാഹു താങ്കൾക്ക് അറിവില്ലാത്തത് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. നബിയെ, അള്ളാഹു താങ്കൾക്ക് ചെയ്തു തന്ന അവൻ്റെ ഫദ്ൽ, അവൻ്റെ ഔദാര്യം, അള്ളാഹു താങ്കൾക്ക് നൽകിയ അവൻ്റെ ഔദാര്യം അദീമൻ, വലിയ ഔദാര്യമാണ്. എന്തു പറഞ്ഞിട്ടാണ് അള്ളാഹു ഇത് പറയുന്നത്? അല്ലമക മാ ലം തകുൻ തഅലം, നിനക്കറിയാത്തത് അള്ളാഹു പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ഖുർആൻ ഓതാൻ അറിയുന്നുണ്ടെങ്കിൽ അള്ളാഹു ശുക്ർ ചെയ്യേണ്ട നിഅമത്താണത്. നോക്കിയത് കേവല പാരായണം പോലും അറിയാത്ത എത്ര ആളുകളുണ്ട്. കുറച്ചെങ്കിലും അള്ളാഹുവിൻ്റെ കിതാബ് നിനക്ക് ഹിഫ്ളുണ്ടോ, അള്ളാഹുക്ക് നന്ദി കാണിക്കുക, അത് നഷ്ടപ്പെടുത്തി കളയരുത്. റബീഅത്ത് ബിൻ അബി അബ്ദുറഹ്മാൻ, റബീഅത്തുർ റഈ എന്നറിയപ്പെട്ടിരുന്ന മുൻഗാമികളിലെ മഹാനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സഹീഹിൽ കിതാബുൽ ഇൽമിൽ ഉദ്ധരിച്ചത് കാണാം. ലാ യംബഗി ലി അഹദിൻ ഇൻദഹു ഷൈഉൻ മിനൽ ഇൽമി അൻ യുദയ്യ നഫ്സഹ. എന്തെങ്കിലും കുറച്ചെങ്കിലും അറിവ് അള്ളാഹു നൽകിയിട്ടുള്ള ഒരാളും തന്നെ അവനവൻ്റെ കാര്യം കൊണ്ടുപോയി കളഞ്ഞേക്കരുത്, നശിപ്പിച്ചേക്കരുത്. മറിച്ച് അത് പരിപാലിക്കാനും അത് വളർത്തിയെടുക്കാനും ശ്രദ്ധിക്കുക. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ചിലപ്പോൾ ഈ രൂപത്തിൽ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ രൂപത്തിലൊക്കെ ഇരുന്ന് പഠിച്ചിറങ്ങി എന്ന് പറയുന്ന ആളുകൾക്ക് ലഭിക്കാത്ത അമൂല്യമായ ഏറ്റവും ആവശ്യമുള്ള വിജ്ഞാനം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം അത് ചോദിച്ചാൽ അബൂജഹലും കൂട്ടരും അംഗീകരിച്ചിരുന്ന അർത്ഥം പറയുന്ന ആളുകളെക്കാൾ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ എത്ര വലിയ ഫദ്ലാണ്. അതിൻ്റെ അർത്ഥം, യഥാർത്ഥ അർത്ഥം അറിയുന്ന ഒരാൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം എത്ര വലുതാണ്. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സഹീഹ് ബുഖാരി, ഞാൻ പറഞ്ഞു വന്നത്, ഇമാം ബുഖാരി കിതാബുൽ ഈമാനിൽ ഈ രണ്ട് വിഭാഗങ്ങൾക്ക് മറുപടി പറയുന്ന ധാരാളക്കണക്കിന് ഹദീസുകൾ സഹീഹിൽ കിതാബുൽ ഈമാനിൽ തുടക്കത്തിൽ ഉദ്ധരിച്ച് നമുക്ക് കാണാം. ഹദീസുകൾ മാത്രമല്ല, പല അസറുകളും. അതിൽ വളരെ പ്രസിദ്ധമാണ് ഇബ്നു അബി മുലൈക്ക റഹിമഹുല്ലാഹ്, താബിഈങ്ങളിൽ പ്രസിദ്ധനായ ഇബ്നു അബി മുലൈക്ക. നിങ്ങൾ പലരും ഈ അസർ കേട്ടിട്ടുണ്ടാകും. ഇബ്നു അബി മുലൈക്ക പറയുകയാണ്, 30ഓളം സഹാബിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ അസർ. എന്താണ് അതിൻ്റെ ബാക്കി?
30ഓളം സഹാബിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കുല്ലുഹും യഖാഫു അലാ നഫ്സിഹി നിഫാഖ്, അവരെല്ലാവരും നിഫാഖ് ഭയപ്പെട്ടവരായിരുന്നു. ഞാൻ മുനാഫിഖായി പോകുമോ എന്ന് ഭയപ്പെട്ടവരായിരുന്നു. ഇബ്നു അബി മുലൈക റഹിമഹുല്ലാഹ് പറഞ്ഞു 30ഓളം സഹാബിമാരെ ഞാൻ കണ്ടു. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ആ ഹദീസിൻ്റെ അസറിൻ്റെ വിശദീകരണമായി പറഞ്ഞത് കാണാം. ഇബ്നു അബി മുലൈക കണ്ട സഹാബിമാർ സിഗാർ സഹാബത്തായിരുന്നില്ല, കിബാർ സഹാബത്തായിരുന്നു. അലി ഇബ്നു അബി താലിബിനെ പോലെയുള്ള മുതിർന്നവരായ സഹാബത്തിനെയാണ് ആര് കണ്ടത്? ഇബ്നു അബി മുലൈക കണ്ടത്. സഹാബിമാർ കിബാറുകളായ സഹാബിമാരുണ്ട്, ഔസാത്തുകളായ സഹാബിമാരുണ്ട്, സിഗാറുകളായ സഹാബിമാരുണ്ട്. കിബാറുകളായ സഹാബിമാർ എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യകാലം തൊട്ടേ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബിമാർ. ഔസാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഏതാണ്ട് മധ്യകാലത്ത് നബിയുടെ കൂടെ വന്നു ചേർന്ന സഹാബത്തുണ്ട്. സിഗാറുകളായ സഹാബിമാർ നബിയുടെ കൂടെ അവർ ചെറിയ പ്രായത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു പോലെയൊക്കെയുള്ള സഹാബിമാർ. കിബാറുകളായ സഹാബിമാരെ കണ്ടവനാണ് ആര്? കണ്ട താബിഈ അലി ഇബ്നു അബി മുലൈക. എന്തിനാണ് ഈ അസർ ഇമാം ബുഖാരി ഇവിടെ കൊണ്ടുവന്നത്? കാരണം അവരാരും സഹാബത്ത് ആരും പറഞ്ഞിട്ടില്ല എന്ത് ഞങ്ങളുടെ ഈമാൻ ജിബ്രീലിൻ്റെയും മീകായിലിൻ്റെയും ഈമാൻ പോലെയാണ്, കൂടില്ല കുറയില്ല എന്ന്. മറിച്ച് അവരൊക്കെ എന്താണ് ഇപ്പോൾ പേടിച്ചത്? ഈമാൻ കുറയുമോ എന്നാണ്. അപ്പോൾ അവരുടെ വിശ്വാസം എന്താണ്? ഈമാൻ കൂടും കുറയും, ഈമാൻ കൂടും കുറയും. അതാണ് ഇപ്പോൾ അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ട. എന്നാൽ ഖവാരിജികൾ പറയുന്നു വൻ പാപം ചെയ്താൽ ഒന്നാകെ പോയി. മുർജിഅത്ത് പറയുന്നു എത്ര തിന്മകൾ ചെയ്താലും അതങ്ങനെ തന്നെ ഉണ്ടാവും. ജിബ്രീലിൻ്റെ ഈമാൻ, അബൂബക്കർ സിദ്ദീഖിൻ്റെ ഈമാനും ഈ കാലഘട്ടത്തിലെ ഒരു കുടിയൻ്റെ ഈമാനും ഒരുപോലെയാണ് എന്നാണ് മുർജിഅത്തിൻ്റെ വാദം. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ദലാലത്താണെന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ, എത്ര വലിയ ദലാലത്താണ്. അപ്പം ഇതല്ല ശരി, മറിച്ച് ഈമാൻ കൂടും കുറയും എന്നതാണ്. ഇവർ രണ്ടുപേരും യോജിക്കുന്നത് എവിടെയാണ്? അത് അത്ഭുതകരമാണ്. കാരണം ഇവരുടെ വാദപ്രകാരം ഒന്നാണ്, ഒന്നുകിൽ മുഴുവൻ പോകും അല്ലെങ്കിൽ ഒന്നാകെ അവിടെ ഉണ്ടാവും. മനസ്സിലായി? ഈ കാര്യത്തിൽ ഈ രണ്ട് എതിർഭാഗത്ത് നിൽക്കുന്ന കക്ഷികളും യോജിക്കുന്നു. ഒന്നുകിലും ഒന്നാകെ മുഴുവനായി ഉണ്ടാകണം, അല്ലെങ്കിൽ പറ്റുണ്ടാകാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, ആ പോയിന്റിൽ ഈ രണ്ട് പഠിച്ച കക്ഷികളും യോജിക്കുന്ന അഹ്ലുസുന്ന അങ്ങനെയല്ല പറയുക. മറിച്ച് അഹ്ലുസുന്ന പറയും ഒരു തിന്മ ചെയ്ത ഒരാൾ, അയാൾ മുസ്ലിമാണ് എങ്കിൽ അയാൾ ചെയ്ത തിന്മയുടെ പേരിൽ കുഫറല്ല എങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, അയാൾ ഈമാൻ അയാളിലുണ്ട്. മുഅ്മിനുൻ ബി ഈമാനിഹി വഫാസിഖുൻ ബി മഅസിയതിഹി, അവനിലുള്ള ആ ഈമാൻ കൊണ്ട് അവൻ ആ അർത്ഥത്തിൽ മുഅ്മിനാണ്, എന്നാൽ അവൻ ചെയ്ത തിന്മകൾ കാരണത്താൽ അവൻ ഫാസിഖാണ്. അവനിൽ നിന്ന് പൂർണ്ണമായി ഈമാൻ നമ്മൾ എടുത്തു കളയുകയില്ല, എന്നാൽ അവനെ കാഫിർ എന്ന് പറയാനും പാടില്ല. നോക്കൂ, ഇർജ എന്ന ഈ വാക്ക് വന്നിട്ടുള്ളത് എങ്ങനെയാണ്? മുർജ എന്ന വാക്ക് വന്നിട്ടുള്ളത്. ഇർജ എന്നാൽ മാറ്റിവെക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അർജ എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കുക, അഖറ എന്നാണ് അർത്ഥം. മറ്റൊരു വിശദീകരണ പ്രകാരം റജായിൽ നിന്നാണ് ഉണ്ടായത്, അങ്ങനെയും ഒരു വിശദീകരണം. റജ എന്നാൽ പ്രതീക്ഷ, പ്രതീക്ഷയുടെ ഭാഗത്തിന് അതിന് പരിധി വിട്ട ഊന്നൽ കൊടുത്തവരാണ് അവർ. മുർജിഅത്തിൻ്റെ വാദം എന്താണ്? മുർജിഅത്തിൻ്റെ വാദം ചുരുക്കി പറഞ്ഞാൽ അവർ പല വിഭാഗങ്ങളുണ്ട്, പഴച്ച കക്ഷികൾ പല വിഭാഗങ്ങളാണ്. എന്നാൽ അവരെല്ലാം യോജിക്കുന്ന ഒരു കാര്യം, ഒരു പോയിൻ്റ് എവിടെയാണ്? നേരത്തെ ഖവാരിജികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവർ പല വിഭാഗങ്ങളാണ്. പക്ഷേ രണ്ട് കാര്യത്തിൽ അവരൊക്കെ എല്ലാവർക്കും ഈ രണ്ട് സ്വഭാവം കാണാം. പൊതുവെ അവരതിൽ യോജിക്കുന്നു. ഒന്ന് അന്യായമായ തക്ഫീർ, രണ്ട് ചോര ചിന്തുക. ഈ കാര്യങ്ങളിൽ നോക്കൂ, ഈ മുർജിഅത്ത് അവർ പൊതുവെ യോജിക്കുന്ന ഒരു കാര്യം എന്താണ്? ഈമാനിൽ അമൽ ഈമാനിൻ്റെ ഭാഗമല്ല എന്നതാണ്. അമൽ അഥവാ എന്താണ് അമൽ? അമലിൻ്റെ അർത്ഥം എന്താ? പ്രവർത്തനം, കർമ്മങ്ങൾ. അത് ഈമാനിൻ്റെ ഭാഗമല്ല. പക്ഷെ അഹ്ലുസുന്ന പറയുന്നു അമൽ ഈമാനിൻ്റെ ഭാഗമാണ്. അമൽ ഉണ്ടെങ്കിലേ എന്താവുള്ളൂ? ഈമാനാവുള്ളൂ. അമലില്ലാതെ എന്താവുകയില്ല? ഈമാനാവുകയില്ല, ഈമാൻ ഉണ്ടാവുക തന്നെ ഇല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ എന്തല്ല പറയുന്നത്? അഹ്ലുസുന്ന എന്തല്ല പറയുന്നത്? അമൽ ഈമാനിൻ്റെ ഒരു കമാൽ, ഒരു പൂർത്തീകരണമാണ്. അമൽ ഉണ്ടെങ്കിലേ ഈമാൻ പൂർത്തിയാവുക എന്നാണ് നമ്മൾ പറയുന്നത്. അല്ല, അങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? നേരത്തെ അവിടെ ഈമാൻ ഉണ്ട്, അതൊന്ന് പൂർത്തീകരിക്കാൻ എന്ത് വേണം? അമൽ വേണം. അങ്ങനെയാണോ അഹ്ലുസുന്ന അല്ല, ഈമാൻ ഉണ്ടാകണമെങ്കിൽ തന്നെ എന്ത് വേണം? അമൽ വേണം.
അതാണ് അഹ്ലുസുന്നത്ത്. ശ്രദ്ധിക്കണം, ഈ പ്രയോഗം തെറ്റാണ്. എന്ത് പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ ഈമാൻ്റെ പൂർത്തീകരണമാണ്, ഈമാൻ്റെ കമാൽ പ്രവർത്തനങ്ങളിലൂടെയാണ് സംഭവിക്കുന്നത് എന്ന വാചകം ശരിയല്ല, ഇത് തെറ്റുണ്ട്. മറിച്ച് ഈമാൻ ഉണ്ടാകണമെങ്കിൽ തന്നെ എന്തു വേണം? അമൽ ഉണ്ട്. ഇതാണ് അഹ്ലുസുന്നത്തിൻ്റെ വാദം, അത് മറക്കരുത്. നോക്കൂ, മുർജിഅത്ത് പല കക്ഷികളാണ്. ജഹ്മിയത്ത് മുർജിയകളാണ്. അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിക്കുന്ന ജഹ്മികൾ ഈമാനിൻ്റെ കാര്യത്തിൽ മുർജിയകളാണ്. അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിക്കുന്ന ജഹ്മ ഇബ്നു സഫാൻ്റെ അനുയായികൾ ഈമാനിൻ്റെ കാര്യത്തിൽ മുർജിയകളാണ്. അവരുടെ വാദം എന്താണ്? അവരുടെ വാദം ഇതിലേറ്റവും കടുത്ത വാദമാണ്. അവർ പറയുന്നത് എന്താണ്? ഈമാൻ എന്നാൽ മഅരിഫത്താണ്, അറിഞ്ഞാൽ മാത്രമേ. അള്ളാഹുവിനെ അറിഞ്ഞാൽ തന്നെ അവൻ എന്താണ്? മുഅ്മിനാണ്. അള്ളാഹുവിനെ അറിയാത്തവനാണ് കാഫിർ. അവരുടെ വാദപ്രകാരം വന്നു ചേരും ഫിർഔൻ വരെ മുഅ്മിനാണ് എന്ന്. കാരണം അവനും എന്താ അറിയാം? റബ്ബിനെ അറിയാം. അള്ളാഹുവിനെ അറിഞ്ഞാൽ പോരാ. അപ്പോൾ നോക്കൂ, ഇങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. അതിൽ കടുത്ത ഈ രൂപത്തിലുള്ള വാദങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകളുണ്ട്. എന്നാൽ പലർക്കും സംഭവിച്ചിട്ടുള്ള ഒരു ഇർജാഇൻ്റെ വാദമാണ് ഈമാൻ എന്നാൽ അത് ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുക, നാവ് കൊണ്ട് പറയുക, ഇത് മാത്രം, അമൽ അതിൽ കടക്കുകയില്ല. ഈ വാദം ഉള്ള മുർജിഅത്ത് ധാരാളം ആളുകളുണ്ട്. നോക്കൂ, ഇവരുടെ എല്ലാം ഈ വാദഗതികളുടെ ചുരുക്കം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അഥവാ അമൽ ഇതിൽ കടക്കുകയില്ല, ആ കാര്യത്തിൽ ഇവരെല്ലാം യോജിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, ദീനിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ ഒരു അലംഭാവം ഇർജാ മനസ്സിൽ കടന്നുകൂടിയ ആളുകളിൽ കാണാം. നിങ്ങൾ വിചാരിക്കരുത് ഈ വാദമൊക്കെ പണ്ടെന്നോ ആളുകൾക്കുള്ള വാദമാണ് എന്ന്. അല്ല, ഒരിക്കലുമല്ല. മറിച്ച് ഇതെല്ലാം ഈ കാലത്തുമുണ്ട്. ബിദ്അത്തുകൾ, പണ്ട് പ്രത്യക്ഷപ്പെട്ട ബിദ്അത്തുകൾ പല രൂപത്തിൽ ഇന്നും ആളുകൾക്കിടയിലുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇർജാഇൻ്റെ വാദമാണെന്ത്? ഒരാൾ എന്ത് തോന്നിവാസം കാണിച്ചാലും ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും ഒക്കെ ആചാരങ്ങളിൽ പോയി പങ്കുചേരും. അതിനൊക്കെ ചേർന്ന് നമ്മൾ പറഞ്ഞാൽ എന്താണ് ഒരു ന്യായം പറയാറുള്ളത്? പലരും പറയാനുള്ള ന്യായം എന്ത്? വിശ്വാസം ഇവിടെ ഹൃദയത്തിനാണ് വിശ്വാസം. നമുക്ക് ഒരു വിശ്വാസമില്ലല്ലോ. എന്താണ് അവൻ പറഞ്ഞു? ഒന്നും അവൻ്റെ ഈമാൻ സംഭവിച്ചിട്ടില്ല എന്നുള്ള കോലത്തിലാണ് അവൻ പെരുമാറുന്നത്. ഇതേത് വാദമാണ്? യഥാർത്ഥത്തിൽ ഇർജാഇൻ്റെ വാദമാണ്. നിങ്ങൾ ഖബറിനെ ആരാധിക്കുന്ന ആളുകളെ നോക്കൂ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഈ ഖബറാരാധനയിൽ അകപ്പെട്ട ഓരോരുത്തരും ഇർജാഇൻ്റെ വാദമുള്ളവനാണ്. കാരണം എന്താ? ഈ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും, ഇസ്ലാമിന് നിരക്കാത്ത വാക്കുകൾ പറയും, ഖബറിന് സുജൂദ് വരെ ചെയ്യും. എന്നിട്ട് എന്താണ് പറയുന്നത്? വിശ്വാസമല്ലോ, അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്, വിശ്വസിച്ചാൽ മതി. പിന്നെ എന്ത് തന്നെ ചെയ്താലും അവൻ്റെ ഈമാനിന് യാതൊരു കോട്ടവും സംഭവിക്കുകയില്ല എന്ന രൂപത്തിൽ പറയുന്നത് കാണാം. അപ്പോൾ നോക്ക്, ഇർജാ എന്ന് പറയുന്നത് നിസാരമായ കാര്യമല്ല. തിന്മകളെ നിസാരവൽക്കരിക്കുന്ന അങ്ങേറ്റം അപകടം പിടിച്ച വാദമാണ്. അതുകൊണ്ടാണ് ഇർജാ എന്ന് ഉമ്മത്തിൽ പ്രത്യക്ഷപ്പെട്ടു അന്നാണ് ഉമ്മത്തിൽ തിന്മകൾ, വൃത്തികേടുകൾ, വ്യഭിചാരവും സ്വവർഗരതിയും ഒക്കെ പോലെയുള്ള തിന്മകൾ ഈ ഉമ്മത്തിൽ വ്യാപകമായത്. ഈ വാദവും അതുപോലെ അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തിനെ നിഷേധിക്കുന്ന ശരീഅത്തും പ്രത്യക്ഷപ്പെട്ട ശേഷമാണ്. എന്താണ് രണ്ടുകൊണ്ട് സംഭവിച്ചത്? ഒന്ന്, എത്ര തിന്മ ചെയ്താലും ഈമാനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ ആളുകൾ തിന്മകൾ ചെയ്യും. രണ്ടാമത്, അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകളെ തള്ളിക്കളഞ്ഞു. നോക്കൂ, റബ്ബിൻ്റെ സ്നേഹം, അള്ളാഹുവിൻ്റെ കോപം, അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിൽ അർശിന് മുകളിലുള്ളവനാണ്, അവൻ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ റബ്ബിൻ്റെ സിഫത്തുകൾ പഠിക്കാതെയായി, അതിനെ തള്ളിക്കളയലായി. കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും അള്ളാഹുവിനെ കുറിച്ചുള്ള പഠനം എന്ന കാര്യമേ അവർ ഉപേക്ഷിച്ചു. എന്താണ് സംഭവിച്ചത്? അള്ളാഹുവിനെ അറിയാത്തവൻ അള്ളാഹുവിനെ ഭയമുണ്ടാവുകയില്ല. അള്ളാഹുവിനെ അറിഞ്ഞവനാണ് അള്ളാഹുവിനെ ഭയമുണ്ടാവുക. സുഫിയാൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഉലമാ എന്ന് പറഞ്ഞാൽ 3 കൂട്ടരാണ്. മൂന്ന് കൂട്ടം ആളുകളാണ് ആലിമുകൾ എന്ന് പറഞ്ഞാൽ. ഒന്ന്, അവൻ അള്ളാഹുവിനെ അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ അള്ളാഹുവിൻ്റെ ദീൻ അറിഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ അറിഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ദീൻ അറിഞ്ഞിട്ടില്ല.
അങ്ങനെയുള്ള ആളുകളുടെ അപകടം എന്താണ്? അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിനെ പേടിയുള്ളവരായിരിക്കും. അവർ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടാവും, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ടാവും. പക്ഷെ ദീനിനെ കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ട് ബിദ്അത്തുകളിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആളകപ്പെട്ടിട്ടുണ്ടാവും. ധാരാളം സാധാരണക്കാരായ ആളുകൾ ഇങ്ങനെയുള്ള ആളുകളിൽ വഞ്ചിതരാകും. ദുനിയാവിനോട് വിരക്തിയുള്ള ആളുകളായിരിക്കും അവർ. കാരണം ആ നിലക്കുള്ള ബോധം ഉണ്ട്. ചില ആളുകൾ, പല സാധാരണക്കാരും പറയാറുണ്ട്, മുൻകഴിഞ്ഞ അവരുടെ ചില പിഴച്ച പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെക്കുറിച്ച് ശിർക്കും കുഫ്റൊക്കെ പ്രചരിപ്പിച്ച പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരുന്ന ആളുകൾ ഒരിക്കലും ജീവിതത്തിൽ ഒരു കാറ് പോലും സ്വന്തമായി വാങ്ങിയിട്ടില്ല. ബസ്സിൽ കയറിപ്പോവും, രാവിലെ പോയി അദ്ദേഹം ഒറ്റയ്ക്ക് പോയി വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങും. കച്ചവടക്കാരനായിരുന്നു. വരുന്ന ആളുകളോട് വസ്തുവിൻ്റെ ന്യൂനതകൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ട് മാത്രം കച്ചവടം ചെയ്ത ആളാണ്. ഇങ്ങനെയൊക്കെയുള്ള മദ്ഹകൾ സാധാരണക്കാരായ ആളുകൾ പറയുന്നത് കാണാം. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഈ ശിർക്ക് ബിദ്അത്തുകൾ നാട്ടിൽ പ്രചരിപ്പിച്ച പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ. പൊതുജനങ്ങൾ, സാധുക്കളായ ആളുകൾ പെട്ടെന്ന് വഞ്ചിതരായി പോകും ഇങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ. പക്ഷേ സുബ്ഹാനല്ലാഹ്, ആ സലാഹിനെ, ആ നന്മയെല്ലാം തകർത്ത് കളയുന്ന ബിദ്അത്തുകൾ ആളുകളുടെ പക്കലുണ്ടാവും. ശിർക്ക് ബിദ്അത്തുകൾ ഉണ്ടാകും. അപ്പം അതിലല്ല കാര്യം. രണ്ടാമത്തെ വിഭാഗം, അവർ അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല, അള്ളാഹുവിൻ്റെ ദീൻ അറിഞ്ഞിട്ടുണ്ട്. ഹറാം ഹലാലുകൾ, ദീനിൻ്റെ വിധിവിലക്കുകളൊക്കെ അറിയാം, പക്ഷെ അള്ളാഹിനെ കുറിച്ച് അവൻ പഠിച്ചിട്ടുണ്ടാവില്ല. മുൻഗാമികൾ പറഞ്ഞു, ഫാസിഖായ ആലിമായിരിക്കും അവൻ. അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് അവൻ അള്ളാഹുവിനെ ഭയം ഉണ്ടാവുകയില്ല. ദീൻ കുറേ പഠിച്ചിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്, വൃത്തികേടുകളിൽ, തോന്നിവാസങ്ങളിൽ ദീൻ പഠിച്ചു എന്ന് പറയുന്ന ആളുകൾ ഈ രൂപത്തിൽ അകപ്പെടുന്നുണ്ട് എങ്കിൽ അവൻ ഈ ഗണത്തിലുള്ളവനാണ്, ഫാസിഖായ ആലിം. മൂന്നാമത്തെ വിഭാഗമാരാണ് അള്ളാഹുവിനെ അറിഞ്ഞു, അള്ളാഹുവിൻ്റെ ദീനും അറിഞ്ഞു. അതാണ് യഥാർത്ഥ ആലിം. അവരാണ് യഥാർത്ഥ ഉലമ. അള്ളാഹുവിനെ അറിഞ്ഞവർ, അള്ളാഹുവിൻ്റെ ദീനും അറിഞ്ഞവർ. ഇന്നമാ യഖ്ശ അല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമ. അള്ളാഹുവിനെ യഥാവിധി ഭയപ്പെടുന്നവർ, അള്ളാഹുവിൻ്റെ പളപ്പുകളിൽ ഉലമ, അറിവുള്ളവർ മാത്രം. അതിനനുസരിച്ചായിരിക്കും അള്ളാഹുവിനോടുള്ള അവൻ്റെ ഭയമെന്ന് പറയുന്നത്, അറിവിനനുസരിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്നമാ അഅലമുക്കും ബില്ലാഹി വഅഖ്ശാക്കും ലഹു അന. നിങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും നന്നായി അറിയുന്നവനും അള്ളാഹുവിനെ ഏറ്റവും നന്നായി ഭയപ്പെടുന്നവനും ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞു നോക്കൂ നിങ്ങൾ. അപ്പം ഇതില്ലാതെയായി ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇർജാവും അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും ഇല്ലാതെ ആയപ്പോഴാണ് ഈ ഉമ്മത്തിൽ തിന്മകൾ ധാരാളമായി വ്യാപിച്ചിട്ടുള്ളത്. എന്താണ് സഹോദരങ്ങളെ രക്ഷയുടെ വഴി? ഇതാ ഈ ഖസീദയിൽ, മന്ദൂമയിൽ ഇമാം ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാഹ് മനോഹരമായി ഈമാൻ എന്താണ് എന്ന് വിവരിച്ചിരിക്കുന്നു. ഈമാൻ എന്നത് അത് ഖൗലാണ്, അമലാണ്. സലഫുകൾ, മുൻഗാമികൾ, അവരുടെ വാക്കായി വളരെ അറിയപ്പെട്ട ഒരു കാര്യമാണത്. അൽ ഈമാൻ, ഈമാൻ എന്നാൽ ഖൗലും വ അമൽ. സലഫുകളുടെ വാക്കായി ധാരാളമായി വന്നിട്ടുണ്ട്. എന്ത്? ഈമാൻ എന്നാൽ ഖൗലുൻ വ അമൽ. ഖൗലും അമലുമാണ് ഈമാൻ. എന്താണ് അവരാ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? ഈമാൻ എന്നാൽ വാക്കും പ്രവൃത്തിയുമാണ് എന്നാണ് ഇതിൻ്റെ നേരെയുള്ള അർത്ഥം. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്, ഖൗൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഖൗലുൽ ഖൽബി വൽ ലിസാൻ. ശ്രദ്ധിക്കുക, ഖൗൽ എന്നാൽ ഖൗലുൽ ഖൽബി വൽ ലിസാൻ. അമൽ എന്നാൽ അമലുൽ ജവാരിഹ്, അഥവാ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന അമൽ. അതുപോലെ ഖൽബ് കൊണ്ട് ചെയ്യുന്ന അമൽ, ഖൽബ് കൊണ്ട് ചെയ്യുന്ന അമൽ, അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന അമൽ. ഖൗൽ എന്ന് പറഞ്ഞാലോ, വാക്ക് എന്ന് പറഞ്ഞാൽ ഖൗലുൽ ഖൽബി വൽ ലിസാൻ, ഹൃദയത്തിൻ്റെ വാക്ക്. ഹൃദയത്തിൻ്റെ വാക്ക് എന്താണ്? ഹൃദയത്തിൻ്റെ വാക്ക് എന്നാൽ അത് വിശ്വാസമാണ്, സത്യപ്പെടുത്തുക എന്നതാണ്. അതുകൊണ്ടാണ് നോക്കൂ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞവർ. ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞവർ. എന്താണ് ആ പറയുക എന്ന് പറഞ്ഞാൽ? വെറുതെ നാവ് കൊണ്ട് പറയാനാണോ? അല്ല, മറിച്ച് ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും പറയലാണ്. ഹൃദയത്തിൻ്റെ ഖൗൽ എന്നാൽ അത് വിശ്വസിക്കണം.
ഉദാഹരണത്തിന് നോക്കൂ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ഖൂലു ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹിം വഇസ്മാഈൽ. ആയത്ത് കേട്ടിട്ടില്ലേ? ഖൂലു, നിങ്ങൾ പറയൂ, ആമന്ന ബില്ലാഹ്, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വെറും നാവ് കൊണ്ട് പറയാനാണോ? അല്ല, ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും പറയാനാണ്. ഹൃദയത്തിലില്ലാതെ വെറുതെ നാവ് കൊണ്ട് പറയുന്നതിനെ ഖുർആനിൽ അല്ലാഹു പ്രത്യേകം പറയുന്നത് കാണാം. യഖൂലൂന ബിഅൽസിനതിഹിം മാ ലൈസ ഫി ഖുലൂബിഹിം. അവരവരുടെ നാവ് കൊണ്ട് പറയുന്നു ഹൃദയങ്ങളിൽ ഇല്ലാത്ത കാര്യം. ഇപ്പം നോക്കൂ, ഖുൽ ഹുവല്ലാഹു അഹദ്. എന്താണ് അവിടെ അർത്ഥം? നീ പറയുക അല്ലാഹു ഏകനാണ്. എങ്ങനെ പറയുക? നിന്റെ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും പറയുക. ഹൃദയം കൊണ്ടുള്ള പറയൽ എന്താണ്? ഹൃദയം കൊണ്ട് വിശ്വസിക്കാനാണ്. അപ്പം നോക്കൂ, സലഫുകൾ, മുൻഗാമികൾ ഈമാനിനെ കുറിച്ച് ഖൗലുൻ വഅമൽ എന്ന് പറഞ്ഞാൽ ആ ഖൗലിൽ എന്ത് ഉൾപ്പെട്ടു? ഖൗലുൽ ഖൽബി വൽ ലിസാൻ. ഹൃദയം കൊണ്ടുള്ള ഖൗലും നാവ് കൊണ്ടുള്ള ഖൗലും. നാവ് കൊണ്ടുള്ള ഖൗൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും പറയാം. നാവ് കൊണ്ട് പറയുന്ന ഷഹാദ, ദിക്റുകൾ, ഇതൊക്കെ. ഇനി അമൽ, ഈമാനു ഖൗലുൻ വഅമൽ. അമൽ എന്നാൽ എന്താണ്? അമലുൽ ഖൽബി വൽ ജവാരിഹ്. ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളും ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളും. ശ്രദ്ധിക്കുക, എന്താണ് ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്നാൽ? ഹൃദയത്തിൻ്റെ അമലുകൾ എന്നാൽ അത് ഉള്ളിലുള്ള പ്രവർത്തനങ്ങളാണ്. അള്ളാഹുവിനെ ഭയപ്പെടുക, അവനെ സ്നേഹിക്കുക, അവനിൽ പ്രതീക്ഷ അർപ്പിക്കുക, ഇതൊക്കെ അമലുകളാണ്, പ്രവർത്തനങ്ങളാണ്. എന്തിൻ്റെ പ്രവർത്തനമാണ്? ഹൃദയത്തിൻ്റെ ഖൽബിൻ്റെ പ്രവർത്തനം. പിന്നെ അമലുൽ ജവാരിഹ്, അവയവങ്ങളുടെ പ്രവർത്തനം, നിസ്കരിക്കുക, ഹജ്ജ് ചെയ്യുക, നോമ്പെടുക്കുക, ഇങ്ങനെ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം. അപ്പോൾ നോക്കൂ, സലഫുകൾ ധാരാളമായി പറഞ്ഞു അൽ ഈമാനു ഖൗലുൻ വഅമൽ. അതിൽ ഈ പറഞ്ഞതൊക്കെ ഉൾപ്പെടും. പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ അതൊന്നുകൂടി വിശദീകരിച്ചത് കാണാം. ഈമാൻ എന്നാൽ അത് തസ്ദീഖും ബിൽ ജിനാൻ വ ഖൗലുൻ ബിൽ ലിസാൻ വ അമലുൻ ബിൽ ജവാരിഹി വൽ അർക്കാൻ. ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തലും നാവ് കൊണ്ട് പറയലും അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലുമാണ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഈ പറഞ്ഞ രണ്ടും ഒന്ന് തന്നെയാണ്. ഇപ്പോൾ സലഫുകൾ നിങ്ങൾ നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹീൽ ബുഖാരിയിൽ കാണാം, ധാരാളം മുൻഗാമികളുടെ വാക്കുകൾ ഉദ്ധരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ കാണാം സലഫുകൾ ഈമാനെ കുറിച്ച് എന്തു പറഞ്ഞത്? അൽ ഈമാനു ഖൗലുൻ വഅമൽ. പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതാണ്. ഖൗലുൻ വഅമൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഇതാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത് അഹ്ലുസുന്ന സ്വീകരിച്ചത് അവരുടെ ബുദ്ധിയിലുദിച്ച കാര്യം എന്ന നിലക്ക്, അവർക്ക് തോന്നിയത് എന്ന നിലക്ക് തെളിവില്ലാതെയാണോ? അല്ല, ഖുർആനിലും സുന്നത്തിലും നിറഞ്ഞു കിടക്കുന്നു ഈ കാര്യം. എന്ത്? ഇതൊക്കെയാണ് ഈമാൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഉണ്ടായാലേ ഈമാൻ ആവുകയുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തനങ്ങളെ ഈമാൻ എന്ന് വിശേഷിപ്പിച്ച നിരവധി ഹദീസുകൾ സഹീൽ ബുഖാരിയിൽ, ഇമാം ബുഖാരി ഞാൻ നേരത്തെ പറഞ്ഞ കിതാബുൽ ഈമാനിൽ കൊണ്ടുവന്നത് കാണാം. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൽ ഖൈസ് ഗോത്രത്തിൻ്റെ സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നപ്പോൾ പറഞ്ഞു, ആമുറുക്കും ബി അർബഇൻ, ഞാൻ നിങ്ങളോട് 4 കാര്യങ്ങൾ കൽപ്പിക്കുന്നു. അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുലുള്ള വിശ്വാസം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വഹൽ തദ്റൂന മൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുലുള്ള വിശ്വാസം എന്നാൽ എന്താണ് നിങ്ങൾക്കറിയുമോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന സാക്ഷ്യമാണ്. വ ഇഖാമുസ്സലാ, അള്ളാഹുള്ള വിശ്വാസമാണ് എന്ത്? ഇഖാമുസ്സലാ. വ ഇതാഉസ് സക്കാത്ത്, സക്കാത്ത് കൊടുക്കുക. വ സൗമു റമളാൻ, റമളാനിൽ നോമ്പെടുക്കുക. വ അൻ തുഅതു മിനൽ മഗാനിമിൽ ഖുമുസ്, നിങ്ങൾ യുദ്ധാർജിത സ്വത്തിൽ നിന്ന് ഖുമുസ് 5-1 ദാനം ചെയ്യും. കാരണം ഈ വഫ്ദ് അബ്ദുൽ ഖൈസ് അവർ മുദർ ഗോത്രവുമായി യുദ്ധം ചെയ്യാനുള്ള ആ ഭാഗത്ത് താമസിക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ആ നിയമം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. നോക്കൂ നിങ്ങൾ, നിസ്കാരത്തെ, സക്കാത്തിനെ, നോമ്പിനെ, ഗനീമത്ത് സ്വത്തിൽ നിന്ന് ഒരു 5-1 നിശ്ചിത ഇടങ്ങളിൽ ദാനം ചെയ്യുന്നതിനെ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് എന്താണ്? ഈമാൻ. അപ്പം പ്രവർത്തനങ്ങൾ, അതിൽ ഈമാൻ അതിലുൾപ്പെട്ടിരിക്കുന്നു എന്നതിനുള്ള അനേകം തെളിവുകളിലൊന്നാണ് ഇത്. അപ്പോൾ നോക്കൂ, ഈമാൻ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസമാണ് ഈമാൻ എന്നാൽ അത് കൂടും കുറയും എന്നത്. ഈമാൻ എന്നാൽ ഇത് കൂടും കുറയും. നിങ്ങൾ നോക്കൂ, ഒരേ സഫിൽ നിസ്കരിക്കുന്ന, അടുത്തടുത്ത് നിസ്കരിക്കുന്ന 2 ആളുകൾ, ഒരുവൻ്റെ ഈമാൻ വളരെ കുറവായിരിക്കും, ഒരുവൻ്റെ ഈമാൻ ഉഹുദ് പർവ്വതത്തോളം വലുതായിരിക്കും. മുസ്ലിമീങ്ങളുടെ എല്ലാവരുടെയും ഈമാൻ ഒരുപോലെ. നമ്മുടെ ഈമാൻ, അബൂബക്കർ സിദ്ദീഖിൻ്റെ ഈമാൻ ഒരുപോലെയാണോ?
അല്ല. താബിഈങ്ങളുടെ ഈമാനും സഹാബത്തിൻ്റെ ഈമാനും ഒരുപോലെയാണോ? അല്ല. അതുപോലെ ഒരു വ്യക്തിയുടെ തന്നെ ഈമാൻ ചില സന്ദർഭത്തിൽ കൂടുകയും ചില സന്ദർഭത്തിൽ കുറയുകയും ചെയ്യും. നിങ്ങൾ കേട്ടിട്ടില്ലേ പ്രസിദ്ധമായ ഒരു ഹദീസ്, ഹല്ലല റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്. ഹല്ലല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് എന്താണ് പറഞ്ഞത്? നാഫഖ ഹല്ലല മുനാഫിഖായിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹല്ലല പറയുകയാണ് എന്ത്? ഞാൻ നബി അങ്ങയുടെ സദസ്സിൽ ഇരുന്നാൽ എനിക്ക് നല്ല ഈമാനികമായ ഒരനുഭവം അനുഭവപ്പെടും. എന്നാൽ ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് ചെന്ന് വീട്ടുകാരുടെ അരികിൽ ചെന്ന് അങ്ങനെ ജീവിതത്തിൻ്റെ മറ്റുള്ള വ്യവഹാരങ്ങളിൽ മുഴുകിയാൽ എൻ്റെ ഈമാൻ കുറഞ്ഞതായി എനിക്ക് അനുഭവപ്പെടുന്നു. അപ്പം ഈമാൻ കൂടും കുറയും എന്നത് അനുഭവമാണ്. ഒരാൾക്കത് നിഷേധിക്കാൻ കഴിയില്ല. നമുക്കാർക്കും നിഷേധിക്കാൻ കഴിയും. നമുക്ക് ഈമാൻ കൂടുന്ന നല്ല ഖുശൂ അനുഭവപ്പെടുന്ന എത്ര സന്ദർഭങ്ങളുണ്ട്. അത് ഇല്ലാത്ത അത്ര തോന്നാത്ത സന്ദർഭങ്ങൾ എത്രയുണ്ട്. ഒരു സംശയവുമില്ല. അതാർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത കാര്യം. ഇതുകൊണ്ടാണ് പറയുന്നത് സഹോദരൻ, അഹ്ലുസുന്നത്തിൻ്റെ അഖീദ എന്ന് പറയുന്നത് അത് ഫിത്രത്തിനോട് ഏറ്റവും യോജിക്കുന്നതാണ്. കാരണം അത് യഥാർത്ഥ ഇസ്ലാമാണ്. എത്രത്തോളം ചില കുട്ടികൾ അഹ്ലുസുന്നത്തിൻ്റെ അഖീദ ആദ്യമായി കേൾക്കുമ്പോൾ അവർ പറയാറുള്ളത്, ഇതിനെന്താ സംശയിക്കാനുള്ളത്, ഇതെന്താ ഇത്ര വിശദീകരിക്കാനുള്ളത് എന്നവർ പറയുന്നത് എന്തുകൊണ്ടാണത്? ആ ഫിത്രത്തിലുള്ളതാണ്, മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയിലുള്ളതാണ് അഹ്ലുസുന്നത്തിൻ്റെ അഖീദ എന്ന് പറയുന്നത്. എന്നാൽ പിഴച്ച കക്ഷികളുടെ അഖീദ എന്നാൽ അത് ഏച്ചു കെട്ടിയ അഖീദയാണ്, ഫിത്രത്തിനെ നശിപ്പിച്ചതിൻ്റെ പകരം സ്ഥാപിക്കുന്ന അഖീദയാണ്. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് ചില ആളുകൾ 40ഉം 50ഉം ഒക്കെ വർഷം അശാരി അഖീദയിലും മറ്റും ജീവിച്ച് അവർ കേട്ടിട്ടില്ല അഹ്ലുസുന്നത്തിൻ്റെ അഖീദ, അഖീദത്തു സലഫ്, അത് അറിഞ്ഞിട്ടില്ല. പിന്നീട് അത് അറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന അവരുടെ സുബ്ഹാനല്ലാഹ് വാക്കുകളും അവരുടെ അനുഭവങ്ങളും കേട്ടാൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിച്ചു പോകും. മനസ്സിലായില്ലേ? ഖുർആൻ അള്ളാഹു പറഞ്ഞത് ഫമാ ഔജഫ്തും അലൈഹി മിൻ ഖൈലിൻ വലാ റികാബ്, ഒരു ഒട്ടകത്തെയോ കുതിരയെ ഓടിക്കാതെയാണ് നിങ്ങൾക്ക് ആ ശത്രുക്കളുടെ ഇടങ്ങൾ നാം കീഴ്പ്പെടുത്തി തന്നത് എന്ന് പറഞ്ഞതുപോലെ ഒരു കഷ്ടപ്പാടുമില്ലാതെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നത് ഇത്ര വലിയ നിഅമത്താണ്. സഹോദരങ്ങൾ, റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസത്തിനാണ് ഈ ആളുകൾക്ക് പിഴവ് സംഭവിച്ചിട്ടുള്ളത്. നിസ്സാരമായ കാര്യത്തിലല്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, അതേക്കുറിച്ച് അതിൽ പിഴവ് സംഭവിക്കുക, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അതിനെ വ്യാഖ്യാനിച്ച് തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ ഈമാനാണ് വരണ്ടു പോകുന്നത്. അതിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. ഈ അഖീദ അത് പഠിക്കുക എന്നത് ഏറ്റവും മധുരതരവും അതുപോലെ ഏറ്റവും നമുക്ക് ആവശ്യമുള്ളതുമാണ്. അള്ളാഹു നമ്മൾ പടച്ചത് അതിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നൽ ഈമാന നസല ഫീ ജദ്രി ഖുലൂബിർ റിജാൽ ثم علموه من الكتاب ثم علموا من الكتاب ثم علموا من السنة. ഈമാൻ എന്നാൽ മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ അടിവേരിൽ അള്ളാഹു അവതരിപ്പിച്ചതാണ്. ഫിത്രത്ത് അതാണ്, മനുഷ്യൻ്റെ ഫിത്രത്ത് അത് ശുദ്ധ പ്രകൃതിയാണ്. ثم علموا من الكتاب ثم علموا من السنة. പിന്നെ അവരത് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും പഠിച്ച് അവരുടെ പ്രകാശം വർദ്ധിപ്പിച്ചു. അത് അപ്പോഴെന്തായി? പ്രകാശത്തിനുമേൽ പ്രകാശം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സൂറത്തു നൂറിലെ നൂറ് പരാമർശിക്കുന്ന ആയത്തുണ്ടല്ലോ, നൂറുൻ അലാ നൂർ എന്ന് പറയുന്ന ആയത്തിനെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് ഖൽബുൽ മുഅ്മിൻ, മുഅ്മിനിൻ്റെ ഹൃദയത്തെക്കുറിച്ചാണ്. കാരണം അവൻ്റെ ഹൃദയം നേരത്തെ ഫിത്രത്തിൻ്റെ ശുദ്ധ പ്രകൃതിയുടെ പ്രകാശമുള്ള ഹൃദയമാണ്. ആ ഹൃദയത്തിൽ അവൻ ഖുർആനും സുന്നത്തും പഠിക്കുമ്പോൾ ആ നൂർ ഒന്നുകൂടി തിളങ്ങുകയാണ്, പ്രകാശത്തിനുമേൽ പ്രകാശം. അത് നോക്കൂ, തൗഹീദ് അതാണ് ശുദ്ധ പ്രകൃതിയുടെ ആശയം. ഷിർക്ക് അത് ഫിത്രത്തിനെതിരാണ്, ഫിത്രത്തിനെ തലതിരിക്കലാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുഞ്ഞും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. ഫഅബവാഹു യുഹവിദാനിഹി ഔ യുനസ്സറാനിഹി ഔ യുമജ്ജിസാനിഹി, ചില റിവായത്തുകൾ കാണാം ഔ യുശർരിക്കാനിഹി, അവൻ്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയോ നസ്രാനിയോ മജൂസിയോ മുശ്രിക്കോ ഒക്കെ ആക്കി തീർക്കുന്നത്. ഓരോ കുഞ്ഞും ജനിക്കുന്നത് ഫിത്രത്തിലാണ്, ശുദ്ധ പ്രകൃതിയിലാണ്. അതുകൊണ്ടാണ് കുട്ടികളോട് നിങ്ങൾ അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ മുകളിലാണെന്ന് പറയുക. ഏത് മതക്കാരുടെ കുട്ടികളാണെങ്കിലും അവരെന്താണോ റബ്ബിനെക്കുറിച്ച് പറയുന്ന അവർ ഉപയോഗിക്കുന്ന വാക്ക് ചോദിച്ചു നോക്കൂ. ദൈവം എന്നാണ് പറയാറുള്ളതെങ്കിൽ എവിടെയും ചോദിച്ചു നോക്കൂ. ചെറിയ കുട്ടികൾ മക്കളോട് ചോദിച്ചു നോക്കൂ, മുകളിലാണെന്ന് പറയും. അല്ലെങ്കിൽ ആകാശത്താണ്, അല്ലെങ്കിൽ കൈ മുകളിലേക്ക് ചൂണ്ടിക്കാണിക്കും. കാരണം അത് മനുഷ്യൻ്റെ പ്രകൃതമാണ്. അഹ്ലുസുന്നത്തിൻ്റെ അഖീദ ഫിത്രത്താണത്, നമ്മുടെ എല്ലാം അനുഭവമാണ്. ഈമാൻ കൂടും കുറയും എന്നത്. ഹല്ലല ഈ പരാതി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹല്ലല എൻ്റെ മുന്നിലിരിക്കുന്ന അതേ
ഈമാനികമായ അവസ്ഥയാണ് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ എല്ലായിടത്തും നിങ്ങൾക്കുണ്ടാകുന്നത് എങ്കിൽ മലായിക്കത്ത് നിങ്ങളുടെ വിരിപ്പുകളിലേക്ക് വന്ന മുസാഫഹത്ത് നിങ്ങൾക്ക് ഹസ്തദാനം തരുമായിരുന്നു. വലാക്കിൻ യാ ഹല്ലല സാഅതൻ വസാഅ, അങ്ങനെയല്ല ഹല്ലല, അതൊരു സമയം ഇതൊരു സമയം എന്ന് പറഞ്ഞാൽ ഈമാൻ കൂടുന്ന സമയമുണ്ടാകും, കുറയുന്ന സമയമുണ്ടാകും. വലാക്കിൻ യാ ഹല്ലല സാഅതൻ വസാഅ, അതൊരു സമയം ഇതൊരു സമയം. അപ്പം ഈമാൻ കൂടും കുറയും. അള്ളാഹു പറഞ്ഞു നോക്കൂ, വഇദാ മാ ഉൻസിലത് സൂറ فمنهم من يقول أيكم زادته هذه إيمانا فأما الذين آمنوا فزادتهم إيمانا وهم يستبشرون. സൂറത്ത് തൗബയിൽ അള്ളാഹു പറഞ്ഞു, ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടാൽ മുനാഫിക്കുകൾ പരസ്പരം ചോദിക്കും, ആർക്കാ ഇപ്പം ഇതുകൊണ്ട് ഈമാൻ കൂടിയത്? അള്ളാഹു പറയുന്നു, എന്നാൽ മുഅ്മിനുകൾക്ക് അവർക്കത് മുഖേന ഈമാൻ കൂടിയിട്ടുണ്ട്. വഹും യസ്തബ്ശിറൂൻ, അവരതുകൊണ്ട് സന്തോഷിക്കുകയാണ്. അത് മുഅ്മിനുകളുടെ അനുഭവമാണ്. ഈമാൻ കൂടുന്ന എന്തെങ്കിലും വർത്തമാനം കേട്ടാൽ എന്തു തോന്നും? സന്തോഷം തോന്നും. അള്ളാഹുലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അത് സന്തോഷം നൽകുന്ന കാര്യമാണ്. അള്ളാഹുൽ തവക്കുലാക്കാൻ കേട്ടാൽ ആരാണ് സങ്കടത്തോടെ പിരിഞ്ഞു പോകാറുള്ളത്? അള്ളാഹുവിനെ കുറിച്ച് കേട്ട് ഹൃദയമാകെ ഇടങ്ങാറായിട്ട് ആരാണ് ഇറങ്ങിപ്പോകാറ്? ഒരിക്കലുമില്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട്, അതുകൊണ്ട് മാത്രമാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട്, അവനെക്കുറിച്ചുള്ള സ്മരണ കൊണ്ട് മാത്രമാണ്. ഇങ്ങനെ ഈമാൻ കൂടും കുറയും. ഇതാണ് അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം. കർമ്മങ്ങൾ കൊണ്ടാണ് കൂടുക, ദുഷ്കർമ്മങ്ങൾ കൊണ്ട്, തിന്മകൾ കൊണ്ടാണ് കുറയുക. നല്ല കർമ്മങ്ങൾ കൊണ്ട് കൂടും, മോശമായ കർമ്മങ്ങൾ കൊണ്ട് കുറയും. ഈമാനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾക്ക് തന്നെ വ്യത്യാസമുണ്ടാകും, അതുപോലെ ആളുകൾക്കിടയിൽ വ്യത്യാസമുണ്ടാകും. ആളുകൾ ഈ വിഷയത്തിൽ മൂന്ന് തരക്കാരാണ്. ഒന്ന് അസുറുൽ ഈമാൻ, ഞാൻ നേരത്തെ പറഞ്ഞ മുത്തലഖുൽ ഈമാൻ മാത്രമുള്ള ആളുകൾ. അവരാരാണ്? വൻപാപങ്ങളും തിന്മകളും ഒക്കെ ചെയ്തു കൂട്ടുന്നവർ. രണ്ടാമത്തെ കൂട്ടരാരാണ്? വാജിബായ ഈമാൻ ഉള്ളവർ. ഈമാനിൻ്റെ വാജിബായ ഒരു ഘടകമുണ്ട്. അതെന്താണ്? അള്ളാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കുന്നു, അള്ളാഹു ഹറാമാക്കിയത് ഒഴിവാക്കുന്നു. അള്ളാഹു കൽപ്പിച്ചത് മുഴുവൻ പ്രവർത്തിക്കുന്നു, നിർബന്ധ വാജിബൊക്കെ ചെയ്യും, ഹറാമുകളൊക്കെ ഒഴിവാക്കും. എന്തായിരിക്കും പരലോകത്തെ അവരുടെ സ്ഥിതി? സ്വർഗത്തിലാണ്, യാതൊരു സംശയവുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ വന്ന് ചോദിച്ചില്ലേ നബിയെ, ഒരു അറാബിയായിരുന്നു. അദ്ദേഹം വന്ന് ചോദിച്ചു, ഞാനിതാ ചില കാര്യങ്ങൾ ചോദിക്കാൻ പോയത്, ഞാൻ കുറച്ച് കടുപ്പത്തിൽ ചോദിക്കും, വിഷമം തോന്നരുത്. അറാബിയാണ്, അങ്ങനെയാണ് അവരുടെ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശൽ, ചോദിച്ചോളൂ. അപ്പോൾ ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവാണ് നിങ്ങളെ നിയോഗിച്ചത്? അതെ. എന്താണ് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചത്? 5 നേരത്തെ നിസ്കാരം. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല തത്തവ്വ, നിനക്ക് അതിൻ്റെ കൂടെ ഇഷ്ടമുണ്ടെങ്കിൽ, ഐച്ഛികമായി നിനക്ക് ചെയ്യാമുണ്ടെങ്കിൽ അതൊഴികെ. പിന്നെ എന്താണ് കൽപ്പിച്ചത്? സക്കാത്ത്. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നീ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുന്ന ഒഴികെ. പിന്നെന്താണ്? നോമ്പ്. ഇങ്ങനെ ഈ നിർബന്ധമായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. തിരിഞ്ഞു അദ്ദേഹം പോകുമ്പോൾ പറഞ്ഞു, അള്ളാഹുവാണ് ഈ പറഞ്ഞതൊന്നും ഞാൻ കുറയ്ക്കുകയില്ല, അതിലൊന്നും ഞാൻ കൂട്ടുകയില്ല, നിർബന്ധം മാത്രം ചെയ്യുമെന്നാണ് ഈ പറഞ്ഞത്. തിരിഞ്ഞു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആളെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? അഫ്ലഹ ഇൻ സദഖ്. ആ പറഞ്ഞത് അവൻ പാലിക്കുകയാണ് എങ്കിൽ, സത്യമാണ് എങ്കിൽ വിജയിച്ചിരിക്കും. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അള്ളാഹു നിർബന്ധമാക്കിയത് നീ പ്രവർത്തിച്ചാൽ, അള്ളാഹു ഹറാമാക്കിയത് ഉപേക്ഷിച്ചാൽ വിജയിച്ചിരിക്കുന്നു. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ പറഞ്ഞത് സത്യമാണെങ്കിൽ അവൻ വിജയിച്ചിരിക്കുന്നു. എന്നാൽ അതിൻ്റെ ബാക്കി എന്താണ്? അതിൻ്റെ ഒരു മറുവശം എന്താണ്? വഇൻ കാന ഗൈറുഹു അഫ്ലഹ മിൻഹു, അയാളെക്കാൾ ഇതിനപ്പുറം സൽക്കർമ്മങ്ങളും സുന്നത്തായ കർമ്മങ്ങളും ഒക്കെ വർദ്ധിപ്പിച്ചാൽ അദ്ദേഹം ഇയാളെക്കാളും വിജയിച്ച ആളായിരിക്കും. ഇയാൾ വിജയിച്ചിരിക്കുന്നു, പക്ഷേ ഇയാളെക്കാൾ വലിയ വിജയം അതിലപ്പുറം ചെയ്തവർക്കാണ്. അതാണ് മൂന്നാമത്തെ വിഭാഗം. അവരാരാണ്? അവർ ഈമാനിൻ്റെ കമാൽ, പൂർത്തീകരണം നേടിയെടുത്തവരാണ്. അവർ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യും,
ഹറാമായ കാര്യങ്ങൾ ഉപേക്ഷിക്കും, സുന്നത്ത് ധാരാളമായി പ്രവർത്തിക്കും, ഹറാമ് അല്ല എങ്കിലും ഹറാമിനോട് സാദൃശ്യമുള്ള അല്ലെങ്കിൽ നിർബന്ധമല്ലാത്ത രൂപത്തിൽ വിലക്കിയ കാര്യങ്ങളുണ്ട്, മക്രൂഹ്, കറാഹത്ത് എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ, അത് ഒഴിവാക്കും. അതുപോലെ ഹലാലിൽ തന്നെ അവൻ അമിതം പ്രവർത്തിക്കുകയില്ല. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുബാഹായ ഹലാലായ പ്രവർത്തനങ്ങൾ വരെ ഇബാദത്തുകളായിരിക്കും. എങ്ങനെയാണത്? അവർ എല്ലാത്തിലും നിയത്ത് കരുതും. സഹാബിമാരിൽ ചിലർ പറഞ്ഞിട്ടുള്ളതുപോലെ, ഇന്നി അഹ്തസിബു നൗമതി കമ അഹ്തസിബു ഖൗമതി, ഞാൻ ഉറങ്ങുന്നതിൽ ഞാൻ പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ട്, ഞാൻ നിസ്കരിക്കുന്നതിൽ പ്രതിഫലം പ്രതീക്ഷിക്കുന്നത് പോലെ. എങ്ങനെയാണ് ഉറങ്ങുന്നത്? എണീറ്റ് നല്ല ഉന്മേഷത്തിൽ ഇബാദത്ത് ചെയ്യാനുള്ള വഴിയായി അവർ സ്വീകരിക്കുന്നു എന്നതുകൊണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ അവരാണ് ഏറ്റവും ഉന്നതരായ ആളുകൾ. അവരാണ് ഖുർആനിൽ അള്ളാഹു എന്തു പറഞ്ഞിട്ടുള്ളത്? അസ്സാബിഖൂൻ അൽ മുഖറബൂൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ സൂറത്തുൽ വാഖിഅ എടുത്താൽ 3 വിഭാഗം ആളുകളെ കാണാം. ആ സൂറത്ത് തുടങ്ങുന്ന തന്നെ അങ്ങനെയാണല്ലോ, വകുൻതും അസ്വാജൻ സലാസ, നിങ്ങൾ 3 കൂട്ടരാണ്. ആരൊക്കെയാണ് 3 കൂട്ടർ? ഒന്ന് അസ്സാബിഖൂൻ, അവരെയാണ് അൽ മുഖറബൂൻ എന്നും വിശേഷിപ്പിച്ചിട്ടുള്ളത്. സാബിഖൂൻ എന്നാൽ നന്മയിലെ ഏറ്റവും മുന്നേറിയവർ, മുഖറബൂൻ ഏറ്റവും റബ്ബിൻ്റെ സാമീപ്യം നേടിയവർ. അവർക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്? സുല്ലത്തും മിനൽ അവ്വലീൻ വ ഖലീലും മിനൽ ആഖിരീൻ. മുൻകാലക്കാരിൽ അവർ ധാരാളമുണ്ട്, എന്നാൽ പിൽക്കാലക്കാരിൽ വളരെ കുറച്ചായിരിക്കും. ഏറ്റവും മുന്തിയ പദവി നേടിയവർ ഇവരാണ്. ഞാൻ 3ാമത് പറഞ്ഞ വിഭാഗമാണ് അവർ. 2ാമത് പറഞ്ഞത് ആരാണ്? അവർ അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാർ. അഥവാ അവർ നന്മകൾ പ്രവർത്തിച്ചവരാണ്, വാജിബുകൾ ചെയ്തവരാണ്, ഹറാമുകൾ ഉപേക്ഷിച്ചവരാണ്, നന്മകൾ പ്രവർത്തിച്ച ആളുകളാണ്. ഇവരാണ് ആമ്മത്തു അഹ്ലിൽ ജന്ന, സ്വർഗക്കാരിൽ ബഹുഭൂരിപക്ഷവും ഈ കൂട്ടരാണ്. സ്വർഗത്തിലെ ഭൂരിപക്ഷമാരാണ് ഇവരാണ്. മറ്റവർ വളരെ കുറച്ചേ ഉള്ളൂ. അവരേറ്റവും ഉന്നത പദവി നേടിയവരാണ്. അവർ കുറച്ച് ആളുകളാണ്, അവരെല്ലാവരുമല്ല. എന്നാൽ സ്വർഗത്തിൽ ഭൂരിപക്ഷമാരാണ് അസ്ഹാബുൽ യമീൻ, അവരാണ്. 3ാമത്തെ വിഭാഗമാരാണ് അസ്ഹാബു ഷിമാൽ, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, നരകവാസികളാണ്. ഈ 3 വിഭാഗമാണ് മനുഷ്യർ. ഇപ്പോൾ സ്വർഗത്തിൽ 2 വിഭാഗമുണ്ട്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് സൂറത്തുൽ വാഖിഅയുടെ തഫ്സീറിൽ ഇത് വിശദീകരിച്ച ശേഷം പറയുകയുണ്ടായി, അള്ളാഹുവിനോട് അവൻ്റെ ഉദാര്യത്താൽ, അവൻ്റെ അനുഗ്രഹം മുഖേന, അവൻ്റെ ഫദ്ല് മുഖേന ഇതിലേറ്റവും ഉന്നതരയിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് നമ്മൾ അള്ളാഹുവിനോട് തേടുന്നു. അതാണ് ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത്. അള്ളാഹുവിനോട് ഒരാൾ തേടേണ്ടത്, ദുആ ചെയ്യേണ്ടത് എന്താണ്? ഏറ്റവും മുകളിലുള്ളതാണ് ചോദിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ സഅൽതുമുല്ലാഹൽ ജന്ന ഫസ്അലൂഹു അൽ ഫിർദൗസ്, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് ചോദിക്കുക. ഫഇന്ന അലൽ ജന്നതി വഔസതുഹാ, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവി അതാണ്, ഏറ്റവും ശ്രേഷ്ഠമായ പദവി അതാണ്. അപ്പം അതാണ് ചോദിക്കേണ്ടത്. എന്തു ചെയ്യരുത്? അള്ളാഹുവിൻ്റെ ഫദ്ലിനെ നീ നിസാരമായി കാണരുത്. അവനോട് ഏറ്റവും ഉന്നതമായത് തന്നെ ചോദിക്കുക, ഏറ്റവും നല്ലതിനു വേണ്ടി പരിശ്രമിക്കുക. ഹൃദയം എപ്പോഴും ഖൗഫിനും റജായിനും ഇടയിലായിരിക്കുക. അള്ളാഹുൽ പ്രതീക്ഷ അർപ്പിക്കുന്നതോടൊപ്പം അവനെ ഭയപ്പെടുകയും ചെയ്യുക. നിങ്ങൾ നോക്കൂ, ഇനി ബാക്കിയുള്ള വരികൾ, അവസാനത്തെ 3 വരികൾ, വദഅ അൻക അറാ അർറിജാലി വഖൗലഹു ഫഖൗലു റസൂലില്ലാഹി അസ്ക വഅശ്റഹു. വദഅ അൻക അറാ അർറിജാൽ, നീ ആളുകളുടെ അഭിപ്രായങ്ങൾ, അവരുടെ ഓരോരുത്തരുടെ തോന്നലുകൾ, അവരുടെ വാദങ്ങൾ, ഇതൊക്കെ ഉപേക്ഷിക്കുക. വദഅ അൻക, നീ ഉപേക്ഷിക്കുക. അറാ അർറിജാൽ, ജനങ്ങളുടെ വീക്ഷണങ്ങൾ, വഖൗലഹു, അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ. ഫഖൗലു റസൂലില്ലാഹി അസ്ക വഅശ്റഹു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ് അസ്ക, ഏറ്റവും പരിശുദ്ധമായത്, വഅശ്റഹു, ഏറ്റവും വിശാലമായ, ഏറ്റവും നല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. ഏറ്റവും നല്ല വിശദീകരണം അവിടെയാണുള്ളത്. നോക്കൂ, ഈ കവിത തുടക്കത്തിൽ പറഞ്ഞ എന്താണ്? കിതാബും സുന്നത്തും പിൻപറ്റാനാണ്. അവസാനത്തിൽ പറയുന്നതും അതാണ്. ജനങ്ങളുടെ വാദഗതികൾ, ആളുകൾ പടച്ചുണ്ടാക്കിയ വാദങ്ങൾ, അതല്ല സ്വീകരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു അതാണ് സ്വീകരിക്കേണ്ടത്. നോക്കൂ, അഹ്ലുസുന്ന എന്നും ഏത് കാലത്തും
തെളിവുകളുടെ ആളുകളാണ്. അള്ളാഹു പരലോകത്തും മനുഷ്യരോട് ചോദിക്കുക 2 ചോദ്യങ്ങളാണ്. മാദാ കുൻതും തഅബുദൂൻ, ഖുർആനിൽ ഒന്നാണ് 2 ചോദ്യങ്ങൾ. മാദാ കുൻതും തഅബുദൂൻ, എന്തിനായിരുന്നു നിങ്ങൾ ആരാധിച്ചിരുന്നത്, ആരാണ് ആരാധിച്ചിരുന്നത്? പിന്നെയോ മാദാ അജബ്തുമുൽ മുർസലീൻ, അള്ളാഹുവിൻ്റെ റസൂലുകൾക്ക് നിങ്ങൾ എന്തു മറുപടിയാണ് നൽകിയത്, അവരോട് ദഅവത്തിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ അനുസരിച്ചാൽ, ശൈഖുൽ ഇസ്ലാം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിനെ നീ അനുസരിച്ചാൽ മറ്റൊരാളെ ധിക്കരിച്ചതിൻ്റെ പേരിലും അള്ളാഹു നിന്നെ ശിക്ഷിക്കാൻ പോകുന്നില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നീ പിൻപറ്റേണ്ടത്, അനുസരിക്കേണ്ടത്. നമ്മുടെ തെളിവുകൾ ഖുർആനും സുന്നത്തുമാണ്. നമ്മുടെ തെളിവുകൾ ഖുർആനും സുന്നത്തുമാണ്. ഖുർആനും സുന്നത്തുമാണ്. മനസ്സിലായില്ല? അത് നമ്മൾ ഈ ഉമ്മത്തിലെ സലഫുകൾ അവരെങ്ങനെ ഉൾക്കൊണ്ടുവോ അതനുസരിച്ച് ഉൾക്കൊള്ളുക. മനസ്സിലായില്ലേ? നമ്മുടെ സ്വഭാവമാണ്, നമ്മുടെ രീതിയാണ്. തെളിവ് എവിടെ എന്ന് ചോദിക്കാതെ ഖുർആനും സുന്നത്തും അതിൻ്റെ പിൻബലം എവിടെ? ഏത് വിശ്വാസത്തിനും ഏത് കാര്യത്തിനും ഖുർആനിൻ്റെ സുന്നത്തിൻ്റെ പിൻബലം ഉണ്ടായിരിക്കണം. അതല്ലാതെ ആളുകളുടെ അഭിപ്രായത്തിന് എന്തില്ല, അപ്രമാദിത്വമില്ല. വലാ തകു മിൻ ഖൗമിൻ തലഹൗ ബിദീനിഹിം, വലാ തകു മിൻ ഖൗമിൻ, നീ ആയിത്തീരരുത് ഒരു കൂട്ടരുടെ കൂടെ, തലഹൗ ബിദീനിഹിം, അവർ തങ്ങളുടെ ദീൻ കൊണ്ട് കളിച്ചവരാണ്. ഫതത്അന ഫി അഹ്ലിൽ ഹദീസ് വതഖ്ദഹു, അഹ്ലുൽ ഹദീസിനെ ചീത്ത വിളിക്കുന്ന, അവരെ കുറ്റം പറയുന്ന ആളുകളിൽ നീ ഉൾപ്പെട്ടു പോകരുത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന് ആ വഴിയിലുള്ള അഹ്ലുസുന്നത്തിനോട് സ്നേഹമായിരിക്കും. അവരാണ് ഇവിടെ അഹ്ലുൽ ഹദീസ് എന്ന് പറഞ്ഞത്. അഹ്ലുൽ ഹദീസ് എന്ന് പറയുമ്പോൾ അവിടെ 2 അർത്ഥത്തിൽ ആ പദം പണ്ഡിതന്മാർ പ്രയോഗിക്കാറുണ്ട്. അഹ്ലുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് അഹ്ലുസുന്ന എന്ന അർത്ഥത്തിൽ, നേരായ ഈ പാതയിൽ നിലകൊണ്ട ആളുകൾ എന്ന അർത്ഥത്തിൽ. മറ്റൊരർത്ഥം എന്താണ്? ഹദീസ് അതിൽ ഊന്നി പഠിച്ച, അതിൽ പാണ്ഡിത്യം നേടിയ പണ്ഡിതന്മാർ എന്ന അർത്ഥത്തിൽ. അത് ഫിഖ് പഠിച്ച ഫുഖഹാക്കളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വിജ്ഞാനങ്ങൾ പഠിച്ച പണ്ഡിതന്മാരിൽ നിന്ന് ഈ വിഷയം പഠിച്ച പണ്ഡിതന്മാരെ വേർതിരിക്കാൻ വേണ്ടി എന്തു പറയാറുണ്ട്? അഹ്ലുൽ ഹദീസ് എന്ന് പറയാറുണ്ട്. അഹ്ലുൽ ഹദീസ്. എന്നാൽ നോക്കൂ, ഈ 2 പ്രയോഗങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ അഹ്ലുസുന്നത്തിൽപ്പെട്ട പണ്ഡിതർ, ഈ അഹ്ലുൽ ഹദീസ് ഞാൻ രണ്ടാമത് പറഞ്ഞ അർത്ഥം, അഥവാ ഹദീസ് കൂടുതലായി പഠിച്ച ഹദീസിൻ്റെ അയിമ്മത്തായി അറിയപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം മാലിക്, അദ്ദേഹം ഹദീസിൻ്റെ അയിമ്മത്തിൽ അറിയപ്പെട്ട ഇമാമ് കൂടിയാണ്. 2 സുഫിയാൻമാർ, അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി, സുഫിയാൻ സൗരി, സുഫിയാൻ ബിൻ ഉയൈന, അവരാണ് സുഫിയാനാൻ എന്നറിയപ്പെടുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി തുടങ്ങിയ അഹ്ലുൽ ഹദീസ് അഥവാ ഹദീസ് വിജ്ഞാനീയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച പണ്ഡിതന്മാർ അവർ അഹ്ലുസുന്നത്ത് തന്നെയാണ്. പൊതുവെ അവരാരും എന്ത് ചെയ്തിട്ടില്ല, ബിദ്അത്തിൻ്റെ കക്ഷികളിൽ അകപ്പെട്ടു പോയിട്ടുമില്ല. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഒരാൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ അത് ഇസ്മത്താണ്, അത് കാവലാണ്. അള്ളാഹു അവരെ കാത്തുരക്ഷിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് അവർ പഠിക്കാൻ തുനിഞ്ഞത്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ടല്ലോ, ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹ് വഹും അലാ ദാലിക്. എൻ്റെ ഉമ്മത്തിലൊരു ഭാഗം എപ്പോഴും ഹക്കിൽ നിലകൊള്ളും. അവരെ കൈവിട്ടവർക്കോ എതിരിട്ടവർക്കോ അവരെ ഒരു ഉപദ്രവം ചെയ്യാൻ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ അമർ വരുന്നതുവരെ അവർ അതിൽ തന്നെ നിലകൊള്ളും, അന്ത്യനാൾ വരെ. ഇമാം അഹ്മദ് പറഞ്ഞു, ഇല്ലം യകൂനു അഹ്ലൽ ഹദീസി ഫലാ അദ്രി മൻഹും, അഹ്ലുൽ ഹദീസ് അല്ല ഈ പറഞ്ഞവർ എങ്കിൽ പിന്നെ ആരാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ഹദീസാണ് അവർ, ഹദീസിൻ്റെ ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പിൻപറ്റിയ പണ്ഡിതന്മാർ അവർ പൊതുവെ അഹ്ലുസുന്നത്ത് തന്നെയാണ്. അഹ്ലുസുന്നത്തിനെ സ്നേഹിക്കുകയും അവരുടെ കൂടെ ചേരുകയും ആണ് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യത. അതിന് നേർ വിപരീതമാണെന്ത്? അവരെ ചീത്ത പറയുക, അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത്. അതിൽ നീ പെട്ടുപോകരുത് എന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്. കാരണം അഹ്ലുൽ ഹദീസിനെ ചീത്ത പറയുക എന്ന്, അഹ്ലുസുന്നത്തിനെ ചീത്ത വിളിക്കുക എന്നത് അവരുടെ ആശയത്തോടുള്ള അവൻ്റെ വിരോധമാണ് ചൂണ്ടിക്കാട്ടുന്നത്. നോക്കൂ, നല്ലത് ഒരുവൻ ഉപേക്ഷിച്ചാൽ അള്ളാഹു അവനെ തിന്മ കൊണ്ട് പരീക്ഷിക്കുമെന്നാണ്. ബിഅ്സൽ ളാലിമീന ബദല, ഖുർആനിൽ അള്ളാഹു പറഞ്ഞു,
ബിഅ്സൽ ളാലിമീന ബദല, അക്രമികൾക്ക് പകരം കിട്ടിയത് എത്ര മോശമാണ്. ഒരു ഖൈർ നിർബന്ധമായും സ്വീകരിക്കേണ്ടിയിരുന്ന ഒരു ഖൈർ ഒരുവൻ ഉപേക്ഷിച്ചാൽ അവന് തിന്മ പകരം ലഭിക്കുമെന്നാണ്. നിങ്ങൾ നോക്കൂ, യഹൂദികൾ അള്ളാഹുവിൻ്റെ കിതാബ് പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു. അള്ളാഹുവിൻ്റെ കിതാബ് പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു. ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു അത് പറഞ്ഞു നോക്കൂ നിങ്ങൾ, നബദ ഫരീഖും മിനൽ ലദീന ഊതുൽ കിതാബ കിതാബ് അല്ലാഹി വറാഅ ദുഹൂരിഹിം. അള്ളാഹുവിൻ്റെ കിതാബ് നൽകപ്പെട്ട ഒരു കൂട്ടർ അള്ളാഹുവിൻ്റെ കിതാബ് പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു. തൊട്ടടുത്ത ആയത്താണ് വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ. ഷെയ്ത്താൻമാർ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ മുൽക്കിനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയതെന്തോ അതവർ പിൻപറ്റി, സിഹർ പിൻപറ്റി. അള്ളാഹുവിൻ്റെ കിതാബ് വലിച്ചെറിഞ്ഞപ്പോൾ അവർക്ക് പകരം കിട്ടിയതെന്താ? സിഹറാണ്. അള്ളാഹുവിൻ്റെ കിതാബ് വലിച്ചെറിഞ്ഞപ്പോൾ സിഹറാണ് പകരം കിട്ടിയത്. എന്നതുപോലെ നോക്കൂ, തിന്മകൾ ഉപേക്ഷിച്ചവർക്ക് അതിന് കണക്കായത് പകരം, നന്മകൾ ഉപേക്ഷിച്ചവർക്ക് അതിന് കണക്കായത് പകരം തിന്മയിൽ നിന്ന് കിട്ടുന്നത് കാണാം. നല്ല കൂട്ടുകാരെ ഉപേക്ഷിച്ചവർക്ക് മോശം കൂട്ടുകാരായിരിക്കും പകരം ലഭിക്കുക. നല്ല ആശയം ഉപേക്ഷിച്ചവന് മോശം ആശയമായിരിക്കും പകരം ലഭിക്കുക. അതുപോലെ ഖുർആൻ ഉപേക്ഷിച്ചവന് സംഗീതമായിരിക്കും പകരം കിട്ടുക. ഇങ്ങനെ എന്താണോ ഒരാൾ നന്മയിൽ ഉപേക്ഷിക്കുന്ന അതിൻ്റെ കണക്കായ തിന്മ കൊണ്ട് പരീക്ഷിക്കപ്പെടും എന്നാണ്. ഇതിൽ ഒരുപാട് വശങ്ങളുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഒരാൾ അനാവശ്യത്തിന് നേരം ചെലവഴിച്ചാൽ, അവൻ്റെ അനാവശ്യമായതിൽ മുഴുകിയാൽ ആവശ്യമുള്ള പലതും അവൻ മറന്നുപോകും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു ഖുർആനിൽ പറയും, യാ അയ്യുഹല്ലദീന ആമനു ലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസഹും അൻഫുസഹും. അള്ളാഹുവിനെ മറന്നു കളഞ്ഞവരെ പോലെ നിങ്ങളാകരുത്. അള്ളാഹുവിനെ മറന്നപ്പോൾ എന്തായി? അള്ളാഹു അവരെ തന്നെ മറപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവനവൻ്റെ മസാലിഹ് മഫാസിദ് എവിടെയാണ് എന്നത് മറന്നുപോകും. എനിക്കെൻ്റെ ജീവിതത്തിൽ ദുനിയാവിൻ്റെ കാര്യത്തിൽ ഉപകാരമുള്ള കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധയില്ലാതെ, അതിന് നേരമില്ലാതെ, അവസാനം അത് ചെയ്യേണ്ട നേരത്തെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ആരോടൊക്കെയോ ദേഷ്യം പിടിച്ച് അങ്ങനെ ആയിത്തീരേണ്ട അവസ്ഥ വന്നു ചേരും. എപ്പോൾ? ഞാൻ അനാവശ്യമായതിൽ എൻ്റെ സമയം ചെലവഴിച്ച. വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അതുപോലെ നോക്കൂ, അഹ്ലുൽ ഹദീസിനെ ചീത്ത വിളിച്ച ആളുകൾക്ക് പകരം കിട്ടിയത് അഹ്ലുൽ ബിദ്അയിനെയാണ്. സുന്നത്തുകൾ ഒഴിവാക്കിയവർക്ക് ബിദ്അത്ത് പകരം ലഭിക്കും. അതുപോലെ ബിദ്അത്ത് എത്ര സ്വീകരിക്കുന്നോ അതിനനുസരിച്ച് സുന്നത്ത് നഷ്ടപ്പെട്ടു പോകും. ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ്. ഒന്ന് ചെയ്താൽ അടുത്തത് സംഭവിക്കും. നിങ്ങൾ നോക്കൂ, ബിദ്അത്തിൻ്റെ പല ആഘോഷങ്ങളും, ബിദ്അത്ത് ഇല്ലാത്ത പല നോമ്പൊക്കെ എടുക്കാൻ ആളുകൾ നോക്കി നിങ്ങൾ, സുന്നത്തായ പല നോമ്പുകൾ അവർക്ക് അറിയാനുണ്ടാവില്ല. അങ്ങനെ ഒരു ശീലമേ ഉണ്ടാവുകയില്ല. റജബ് 27-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് നടന്ന രാത്രിയാണത് എന്ന് പറഞ്ഞ് നോമ്പെടുക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ സുപ്രധാനമായ സംഭവങ്ങളാണ് ഇസ്രാവും മിഅ്റാജും. പക്ഷേ അത് റജബ് 27-നാണ് നടന്നത് എന്നതിന് യാതൊരു തെളിവുമില്ല. ഇനി നോക്കൂ, റജബ് 27-നാണ് അത് നടന്നത് എന്ന് വാദത്തിന് സമ്മതിച്ചു കൊടുത്താൽ പോലും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഒരു പ്രത്യേക നോമ്പെടുക്കുകയോ എന്തെങ്കിലും ഇബാദത്ത് ചെയ്യുകയോ ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള ഇല്ലാത്ത കർമ്മങ്ങളുടെ പിന്നാലെ പോകുന്ന ആളുകളെ നോക്കൂ നിങ്ങൾ, പലർക്കും സുന്നത്തിൽ സ്ഥിരപ്പെട്ട ഇബാദത്തുകൾ ചെയ്യാൻ നേരമുണ്ടാവില്ല. അവരുടെ ശരീരത്തിൽ പോലും ഒരു ചെലവില്ലാതെ നടപ്പിലാക്കാൻ പറ്റുന്ന സുന്നത്തുകൾ പോലും നടപ്പിലാക്കുന്നത് കാണുകയില്ല. അത് വിസ്മരിക്കപ്പെടും ബിദ്അത്ത് സ്വീകരിച്ചാൽ. നോക്കൂ, അവസാനത്തെ വരികൾ ഇങ്ങനെയാണ്: ഇദാ മഅതഖദ്ത അദ്ദഹറ യാ സാഹി ഹാദിഹി ഫഅൻത അലാ ഖൈറിൻ തബീതു വതുസ്ബിഹു. ഇദാ മഅതഖദ്ത അദ്ദഹറ, നീ ഏത് കാലത്തും വിശ്വസിച്ചാൽ, യാ സാഹി എന്ന യാ സാഹിബി എന്നാണ്. ഹാദിഹി, ഈ പറഞ്ഞത് വിശ്വാസത്തിൽ നീ ഉറച്ചു നിന്നാൽ, ഫഅൻത അലാ ഖൈറിൻ, നീ ഖൈറിലാണ്. തബീതു വതുസ്ബിഹു, രാവും പകലുമൊക്കെ നീ ഏത് സമയത്തും നീ ഖൈറിലായിരിക്കും. ഈ പറഞ്ഞ വിശ്വാസം മുറുകെ പിടിച്ചാൽ. കാരണം ഈ വിശ്വാസം എന്തല്ല, ഈ ഇമാം സ്വന്തം പോക്കറ്റിൽ നിർത്തി എഴുതിയതല്ല, മറിച്ച് ഖുർആനും സുന്നത്തുമാണ് ഇതിൻ്റെ മസാദിർ, ഇതിൻ്റെ സ്രോതസ് ഖുർആനും സുന്നത്തുമാണ്, നമ്മുടെ മുൻഗാമികളുടെ അഖീദയാണ്. പ്രിയമുള്ളവരെ, ഈ അഖീദ ഇത് നമുക്ക് പാരമ്പര്യമുള്ള നമ്മുടെ മുൻഗാമികൾ കൈമാറി നമുക്ക് കിട്ടിയ അഖീദയാണ്. യഥാർത്ഥ മുൻഗാമികൾ, നല്ലവരായ മുൻഗാമികൾ. ഇമാം അബൂ ദാവൂദിൻ്റെ മകനാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ച ഇസ്ലാമിൻ്റെ ഇമ്മത്തുകളുടെ കൂട്ടത്തിൽ ഒരാൾ. ആ ഇമ്മത്തിൽ നിന്ന് കൈമാറി വന്ന അഖീദയാണ് നമ്മുടേത്. ഒരു ഇമാം നമുക്ക് മുന്നിലില്ലാതെ, അഥവാ ഒരു മാതൃക
നേരത്തെ പറഞ്ഞുപോയ ഒരു മാതൃകയില്ലാതെ ഒരു വാക്കും അഹ്ലുസുന്ന ദീനിൻ്റെ പേരിൽ പുതുതായി പറയുന്നില്ല. അഹ്ലുസുന്ന പുത്തൻവാദികളാണ് എന്നത് പുത്തൻവാദികളുടെ വ്യാജാരോപണമാണ്, ബിദ്അത്തുകാരുടെ വ്യാജാരോപണമാണ്. അതിനവർ പല പേരിട്ട് വിളിക്കും, വഹാബികളാണ്, അല്ലെങ്കിൽ ഇവർ ഇബ്നു തൈമിയ്യയുടെ ആളുകളാണ്, ഇങ്ങനെയൊക്കെയുള്ള കളവുകൾ പറയും. എന്തിനു വേണ്ടി? പറയുന്ന കാര്യം എന്താണ് എന്നതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കാൻ. പറയുന്ന കാര്യത്തിൽ ഏതാണ് പുതിയത് അത് നീ പറയൂ. ഞങ്ങൾ ഈ പറഞ്ഞ വാദങ്ങൾ ഏതിനാണ് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പിൻബലമില്ലാതെ അത് പറയൂ. അതല്ലാതെ നീ കുറേ പേരിട്ട് വിളിച്ചിട്ട് എന്ത് കാര്യം? അത് ജനങ്ങൾ വെറുപ്പിക്കാനുള്ള തന്ത്രമാണ്. ഹക്കിന് മോശമായ പേരുകൾ ഇട്ട് വിളിക്കുക എന്നുള്ളത് ആളുകൾ വെറുപ്പിക്കാൻ, സാധാരണക്കാരെ വെറുപ്പിക്കാനുള്ള തന്ത്രങ്ങൾ. പക്ഷേ അതുകൊണ്ടൊന്നും അഹ്ലുസുന്ന തകരുകയില്ല. ഇത് അന്ത്യനാൾ വരെ അള്ളാഹു സംരക്ഷിക്കുന്ന വിശ്വാസവും ആശയവുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലുറച്ചു നിൽക്കാൻ, അതിലായി മരിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പഠിച്ചതും മനസ്സിലാക്കിയതും സ്വീകരിക്കുമാറാകട്ടെ. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصيبات الدنيا ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل فأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.